ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. സോ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള തന്നെയാണ് വരുന്നത്. സോ പ്രീവിയസ് ഇയർ ചെയ്തു പോയ അറ്റ്ലീസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു മോർ ദാൻ 50% ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടുള്ള തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ 50% മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല മാർക്കാണ്. ബാക്കി സ്കോർ ചെയ്യേണ്ടെന്നല്ല. ഓക്കെ, 50% എങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ല സ്കോർ ആയിരിക്കും. അത് നല്ല റാങ്കിലോട്ട് എത്തിക്കും. പക്ഷെ ഇപ്പോ കുറച്ചും കൂടി ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, സമയം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് മാർക്ക് പലർക്കും കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ പറഞ്ഞത് പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടൻസ് പ്രീവിയസ് ഇയറിന് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നതും പിന്നെ വർക്ക് എനർജി പവറുമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ തിയറി പാർട്ട് ഇനിയിപ്പോ തിയറി ഡിസ്കസ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. കാരണം ഇത് വളരെ ലിമിറ്റഡ് ടൈമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒരു 30 hours മാക്സിമം ആ റേഞ്ചിൽ. സോ അതിന്റെ ഉള്ളില് 16 പേപ്പേഴ്സ് അല്ലെ, നമുക്കറിയാം കഴിഞ്ഞ വർഷം 16 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 480 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 480 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 3 minutes അല്ലെങ്കിൽ 3.5 minutes കൊണ്ട് എനിക്ക് തീർക്കണം. എന്നാലേ കറക്റ്റ് സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ തിയറി ജസ്റ്റ് വേണമെങ്കിൽ തിയറി എന്താണ് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തലേന്ന് ടോപ്പിക് പറയും, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ടോപ്പിക് അതിനനുസരിച്ച് നോക്കിയിട്ട് വരാം. ഓക്കെ, അതായത് നമുക്ക് തിയറി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ബ്ലോക്ക് ഓഫ് മാസ്. എല്ലാവരുടെ കയ്യിലും മെറ്റീരിയൽ ഇല്ലേ? മെറ്റീരിയൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവരുണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ടോ? മൊഡ്യൂൾ കിട്ടിയതല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എ ബ്ലോക്ക് ഓഫ് മാസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg is kept on a rough inclined plane as shown in the figure. The force of 3 Newton is applied on the block. The coefficient of static friction between the plane and the block is 0.6. What should be the minimum force, minimum value of P such that the block does not move downward? താഴേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. സിമിലർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ അതിനകത്ത് we have angle of inclination 45 degree. We have a block of mass 10 kg. ഇവിടെ ഒരു 10 kg ബ്ലോക്ക് ഉണ്ട്. താഴേക്ക് ഒരു 3 Newton ഫോഴ്സ് ഉണ്ട്. ഓക്കെ, മുകളിലോട്ടൊരു പി എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഷുഡ് ബി ദി മിനിമം ഫോഴ്സ്? ഇപ്പൊ നമ്മൾ പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് താഴേക്ക് സ്ലൈഡ് ചെയ്യും അല്ലെ, താഴേക്ക് സ്ലൈഡ് ചെയ്യും. ഇവിടെ എന്ത് ഫോഴ്സും കൂടി ഉണ്ടാവും? താഴേക്ക് mg ഉണ്ടാവും. mg ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ, mg ഉണ്ടാവും. ഇങ്ങോട്ട് എന്താണ്? mg സൈൻ 45 ഡിഗ്രി, നേരെ താഴേക്ക് mg കോസ് 45 ഡിഗ്രി. ഇതൊക്കെ അറിയുന്നതാണ് എല്ലാവർക്കും അല്ലെ. അതേപോലെ ഇങ്ങോട്ട് നോർമൽ ഫോഴ്സ്. ഇപ്പോ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ദി ബ്ലോക്ക് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഡൗൺവേർഡ്. താഴേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ബ്ലോക്കിന് അല്ലെ. സോ അതിന് ആര് ഒപ്പോസ് ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്യും. ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. സോ മുകളിലോട്ട് ഫ്രിക്ഷൻ ഉണ്ട്, താഴേക്ക് എന്താ ഉള്ളത്? mg സൈൻ 45 ഡിഗ്രി പ്ലസ് 3 Newton. നമ്മൾ ഓൾറെഡി ഒരു 3 Newton അവിടെ ഉണ്ട്. mg സൈൻ 45 ഡിഗ്രിയും 3 Newton ആണ് താഴേക്കുള്ളത്. അതിനാര് ബാലൻസ് ചെയ്യണം? ഫ്രിക്ഷനും ഈ പി എന്ന് പറയുന്ന ഫോഴ്സും ബാലൻസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ പിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കാം? പിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കാം? ഫ്രിക്ഷന്റെ വാല്യൂ അതിനനുസരിച്ച് കുറഞ്ഞു വരും. ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഈ കേസിൽ, വിച്ച് ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബോഡിക്ക് മുകളിലോട്ട് പി കൂട്ടിക്കൊണ്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും?
ബോഡിക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഫ്രിക്ഷൻ താഴേക്കാവും. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഷുഡ് ബി ദി മാക്സിമം ഫോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി മാക്സിമം എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മിനിമം ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഫ്രിക്ഷൻ സപ്പോർട്ടേഴ്സ് അല്ലെ, പി എന്ന് പറയുന്ന ഫോഴ്സിനെ ഫ്രിക്ഷൻ സപ്പോർട്ട്, കാരണം താഴേക്കാണ് സ്ലൈഡ് ചെയ്യുന്നത്. പി കുറെ കൂട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഫ്രിക്ഷൻ താഴേക്കായിരിക്കും. ഓക്കെ, സോ പി മിനിമം ആവണം. അപ്പൊ എന്താണ്, ഫ്രിക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ആര് കൊടുക്കേണ്ടത്, പി കൊടുക്കേണ്ടത്. സോ ടു പ്രിവെന്റ് സ്ലൈഡിങ്, എന്തായിരിക്കണം, പി പ്ലസ് ഫ്രിക്ഷൻ, has to be equal to 3 Newton plus mg sin 45 degree. ഓക്കെ, പി മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഫ്രിക്ഷൻ എന്തായിരിക്കണം, ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആവുമ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പി കൊടുത്താൽ മതി. അപ്പൊ അത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് പി കൊടുത്താൽ മതി. ഓക്കെ, പിയുടെ വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കൂടിയാൽ എന്താ സംഭവിക്കുക, മുകളിലോട്ട് കയറി പോവോ? Will it move upwards if we apply P more than limiting friction? മുകളിലോട്ട് കയറി പോവോ? ഒന്ന് പറഞ്ഞ പെട്ടെന്ന്. Will it move upwards if we apply a force which is slightly more than limiting friction കഴിഞ്ഞിട്ട്? ഇല്ല അല്ലെ, അതിനേക്കാൾ മുകളിലോട്ട് കയറി പോവില്ല. കാരണം എന്താണ്, അപ്പൊ ഫ്രിക്ഷൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ, ഫ്രിക്ഷൻ വിൽ അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. പിന്നെയും കൂട്ടി പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ താഴേക്കാവും. താഴേക്കുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷനും കൂടി ഓവർകം ചെയ്താലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ പി മിനിമം പ്ലസ് എഫ് ലിമിറ്റിംഗ് വിൽ ബി 3 Newton പ്ലസ് എം എത്രയാ 10, ജി എത്രയാ 10, 1 sin 45 degree 1/√2. എഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ എന്താ, മ്യൂ ഇൻറ്റു എൻ ആണ് അല്ലെ, മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. ദിസ് ഈസ് മ്യൂ എസ് ഇൻറ്റു എൻ, that is n cos mu s into cos 45 degree. So P minimum plus mu s എത്രയാ, 0.6 into n എത്രയാ, mg cos 45 degree അല്ലെ, n is mg cos 45 degree. So it will be 10 1/√2 mg cos 45 degree has to be equal to 3 Newton plus 100/√2. സോ ഇനി വളരെ സിമ്പിൾ ആണ്. സോ പി മിനിമം ഇത് അങ്ങോട്ട് പോയാൽ 100 into 0.6√2 ഉണ്ട്. അപ്പൊ അത് 40/0.4 into √2 ബാക്കിയുണ്ട്, 0.4/√2 ബാക്കി ഉണ്ടാവും അല്ലെ. സോ 3 പ്ലസ് 0.4 into 100/√2 ബാക്കിയുണ്ട്, അത് അങ്ങോട്ട് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യുന്നു. സോ 40/√2 ബാക്കിയുണ്ടാവും. 40/√2 എത്രയാ, 40 into 1/√2 എത്രയാ, 0.707. സോ 40 into 0.7 ചെയ്താൽ മതി. So 3 plus 40 into 0.7, 1/√2 0.707. എസിലൊക്കെ ചെയ്യുന്നതല്ലേ. So 40 into 7 28 വരും, 40 into 0.7 28. So it will be 31 Newton, approximately 31 Newton. So closest ആയിട്ടുള്ള ആൻസർ ഏതാണ്, 32 Newton. ഓപ്ഷൻ എ will be the answer. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണോ അതോ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യാം അടുത്ത അല്ലേ, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ തന്നെ ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയാൽ പെട്ടെന്ന് ചെയ്തേ, നിങ്ങൾ എന്നാ ചെയ്തേ. എ ബ്ലോക്ക് kept on a rough horizontal plane as shown in the figure remains at rest up to a maximum force of 2 Newton down the inclined plane. The maximum external force of the inclined plane that does not move the block is 10 Newton. The coefficient of okay, ഇത് ഞാൻ പറഞ്ഞ പോലെയുള്ള ക്വസ്റ്റ്യൻ അല്ല, ഞാൻ പറഞ്ഞ പോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെ. The coefficient of static friction between the block and the plane is. Okay, ഇത് രണ്ടും ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് രണ്ടും ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ്. ഒറ്റ ഡയഗ്രത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ, അത് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് 30 ഡിഗ്രി ആണ്. അതിന്റെ മാസ് തന്നിട്ടുണ്ടോ, മാസ് തന്നിട്ടില്ല. സോ മാസ് എം എടുക്കാം. താഴേക്ക് 2 Newton വരെ അപ്ലൈ ചെയ്യാം. വി ക്യാൻ അപ്ലൈ അപ് ടു 2 Newton ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, താഴേക്ക് 2 Newton വരെ അപ്ലൈ ചെയ്യാം.
ഇറ്റ് വിൽ പ്രിവെന്റ് ദി മോഷൻ ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ താഴേക്കുള്ള മോഷൻ ആണ് 2 ന്യൂട്ടൺ വരെ കൊണ്ടുപോകാം. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും താഴേക്കുള്ള മോഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും, കാരണം അത് ലിമിറ്റിംഗ് കേസ് ആണ്. പിന്നെ ഉള്ളത് താഴേക്ക് എം ജി സൈൻ 30 ഡിഗ്രി, ഇങ്ങോട്ട് എം ജി കോസ് 30 ഡിഗ്രി, ഇങ്ങോട്ട് നോർമൽ ഫോഴ്സ് അല്ലെ, നോർമൽ ഫോഴ്സ്. പറഞ്ഞേ താഴേക്കുള്ള ഫോഴ്സ് 2 പ്ലസ് പി ഡി എഫ് ആണ്. പി ഡി എഫിൽ എന്താണ്? പി ഡി എഫിൽ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് പ്രശ്നമുണ്ടോ എന്തെങ്കിലും? ശ്രേയസ് എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻ കാണുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. അല്ല, മെറ്റീരിയൽ കിട്ടിയിട്ടില്ലേ ഞങ്ങൾക്ക്? സെക്കൻഡ്, മെറ്റീരിയൽ കിട്ടാത്തവരുണ്ടോ? മൊഡ്യൂൾ കിട്ടാത്തവരുണ്ടോ? ഞാൻ മൊഡ്യൂൾ കയ്യിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ആരാണിപ്പോ ചോദിച്ചത്? ഹലോ പ്ലീസ് ഹെൽപ്പ്. കിട്ടിയിരിക്കണു. അഹമ്മദ് നസൽ. അവന് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. പി ഡി എഫിൽ ഉണ്ടാവും. ലോസ് ഓഫ് മോഷനിലെ 6th ക്വസ്റ്റ്യൻ. ഓക്കെ, എനിവേ താഴേക്ക് എന്തുണ്ട്? 2 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. അത് ചെയ്തവർക്ക് വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വെക്കും. മൊഡ്യൂൾ ക്വസ്റ്റ്യൻസ് അല്ല, മൊഡ്യൂൾ അല്ല. ഇപ്പൊ ഒരു പി ഡി എഫ് കിട്ടിയോ? പി ഡി എഫ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഈ അടുത്ത് റിവിഷന്റെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ ഗ്രൂപ്പിലില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പോ അതല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എങ്ങനെയാ തന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പി ഡി എഫ് കിട്ടിയില്ല? ഓക്കെ, എന്നാല് പറയാം. ശ്രീജിത്ത് ആരാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്? പി ഡി എഫ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ചിലർക്ക് പി ഡി എഫ് കിട്ടിയില്ല എന്ന് പറയണോ? മെറ്റീരിയല് PDF. ഓക്കെ ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പിൽ ഇടാന്ന് പറയും. JEE കീം ക്രാഷ് ആ ഗ്രൂപ്പിൽ ഇടാന്ന് പറയും. JEE കീം ക്രാഷിൽ അത് അല്ലല്ലോ. ഹലോ, ഫ്രീന്റെ ഇത് റിവിഷന്റെ അല്ലേ വരുന്നേ? റിവിഷന്റെ ആ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, എല്ലാരും ആ ഗ്രൂപ്പിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അതിലിടും. അപ്പൊ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക ഏതായാലും. സോ ഇങ്ങനെയാണ് മാക്സിമം താഴേക്ക് 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കാം. ഇറ്റ് വിൽ നോട്ട് സ്ലൈഡ് ഡൗൺ. സോ 2 പ്ലസ് mg sin 30 degree has to be equal to FL, limiting friction. So that is mu mg cos 30 degree. ഇവിടെ n എന്ന് പറയുന്നത് cos 30 degree ആണ്. mu into n ആണ് ഇപ്പോൾ ഇവിടെ നോർമൽ ഇത് വരും. ഓക്കെ, സോ 2 പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 2 is equal to ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെ. ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ mg കോമൺ എടുക്കാം. ബാക്കിയുള്ളത് mu into cos 30 degree, mu cos 30 degree minus sin 30 degree എന്ന് പറയും. 2 is equal to mu cos 30 degree minus minus sin 30 degree എന്ന് വരും അല്ലെ. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ എന്താണുള്ളത്? സെക്കൻഡ് കേസ് we can have maximum of 10 Newton. ഈ ക്വസ്റ്റ്യനിൽ മിനിമം ഓഫ് 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സിറ്റുവേഷൻ ആയിരുന്നേനെ വന്നത്. മാക്സിമം ഓഫ് 10 ന്യൂട്ടൺ സോ ദാറ്റ് ദി ബ്ലോക്ക് വിൽ റിമെയിൻ സ്റ്റേഷനറി. സോ ഈ കേസിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടാണോ താഴേക്കാണോ?
മുകളിലോട്ടാണോ താഴേക്കാണോ ഈ കേസിൽ ഫ്രിക്ഷൻ? പെട്ടെന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ഇൻ ദിസ് കേസ്? Someone reply please. Friction will be in the downward direction. വേറെ ആരെങ്കിലും പറഞ്ഞേ? ഫ്രിക്ഷൻ താഴേക്കാണ്. കാരണം ഇവിടെ പറഞ്ഞത് മാക്സിമം ഫോഴ്സ് ആണ് 10 ന്യൂട്ടൺ. അപ്പൊ 10 ന്യൂട്ടണിലും ജസ്റ്റ് ഒന്ന് കൂട്ടിയത് മുകളിലോട്ട് സ്ലൈഡ് ചെയ്യാം. അപ്പൊ സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി മുകളിലോട്ടാണ്. മിനിമം ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ് ഇതിനെ സ്റ്റേഷനറി ആക്കി നിർത്താനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും സിറ്റുവേഷൻ, അതായത് ബ്ലോക്കിന് താഴേക്കായിരുന്നു സ്ലിപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വരുന്നത്. മനസ്സിലായി? അപ്പൊ ഫ്രിക്ഷൻ മുകളിലോട്ട് വന്നേനെ. സോ ഹിയർ ദി ബ്ലോക്ക് ഹാസ് എ ടെൻഡൻസി ടു മൂവ് അപ്വേർഡ്. സോ ഫ്രിക്ഷൻ ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. പിന്നെ താഴേക്കുള്ളത് mg sin 30 degree. So 10 Newton is equal to mg sin 30 degree plus FL, or 10 is equal to mg sin 30 degree plus mu mg cos 30 degree. Okay, so this is 10 is equal to mg പുറത്തെടുത്താൽ sin 30 degree plus അല്ലാത്ത plus mu cos 30 degree. Okay, so this is equation 1, this is equation 2. ഇതാണ് രണ്ടാമത്തെ equation. Solving this we will get the answer. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് equation 2 by 1 ചെയ്താൽ മതി. Equation 2 by 1 gives 10 by 2 അല്ലേ വരിക? Equation 2 by 1 gives 10 by 2 is equal to 10 by 2 equal to sin 30 degree. അത് എത്രയാണ്? 1 by ആണ്. sin 30 degree plus mg cancel ചെയ്ത് പോകും, mu cos 30 degree divided by mu cos 30 degree minus sin 30 degree. This will be 1 by 2 plus mu into root 3 by 2 divided by mu root 3 by 2 minus 1 by 2. So 1 by 2 കോമൺ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനകത്തും 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 5 എന്ന് വരും. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും 5 into mu root 3 minus 1 has to be equal to 1 plus mu root 3. ഇതങ്ങോട്ട് പോയ 2, ഇതിങ്ങോട്ട് വന്ന 4 mu root 3 അല്ലെങ്കിൽ 4 root 3 mu is equal to is equal to 6 ആണോ? is equal to 6. Mu is equal to 6 by 4 root 3. 6 by 4 root 3. So the 3, 2, the boiler root 3. Root 3 by 2. Root 3 by 2 എന്ന് വരും. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ what is the second question? Okay, a mass of 10 kg is suspended. A mass of 10 kg is suspended vertically by a rope from the roof. When a horizontal force is applied on the rope, mass is suspended vertically by a rope from the roof. When a horizontal force is applied on the rope at some point, the rope is deviated at an angle of 45 degree at the roof point. If the suspended mass is at equilibrium, find the force applied. The magnitude of the force applied is. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതോ പേപ്പർ സോൾവ് ചെയ്തപ്പോൾ അതിൽ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഈ വർഷം എനിക്ക് തോന്നുന്നു JEE ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, 10 kg മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ 10 kg നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് F അപ്ലൈ ചെയ്യണം. We are applying an force F on the 10 kg block. So this will become like this. So this will be like this.
10 kg block will be like this. ഇങ്ങനെ ഒരു ആംഗിളിൽ നിൽക്കും. ഇങ്ങനെ ഒരു F എന്ന് പറയുന്ന ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആംഗിൾ എത്രയാണ്? വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് പല രീതിയിൽ ചെയ്യാം. ഏതൊക്കെയാണ് രീതി? ഒന്ന് ഏതാണ്? ലാമീസ് തിയറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോഴ്സസ് കമ്പോണൻസ് ആക്കിയിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫോഴ്സസ് കമ്പോണൻസ് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാ? റോപ്പിലല്ലേ ഫോഴ്സ്? റോപ്പിലാണോ ഫോഴ്സ്? റോപ്പർട്സൺ പോയിന്റ്. ഓക്കെ, സോ റോപ്പിലാണ് ഫോഴ്സ് ഉള്ളത്. അത് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. ആൻസർ സെയിം തന്നെ. റൂഫില് അല്ലേ? റൂഫിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താണ്? പെട്ടെന്ന് ആൻസർ കിട്ടും. കാരണം ഉത്തരത്തിലാണല്ലോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ റോപ്പിലായതുകൊണ്ട് ഉത്തരത്തിലല്ല ഫോഴ്സ്. ഏതായാലും കുഴപ്പമില്ല. സോ ഇവിടെയാണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ എല്ലാ ബോഡിയും ഇക്വിലിബ്രിയത്തിലാണ്. ബോഡി ഇക്വിലിബ്രിയത്തിലാണുള്ളത്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ഫ്രം F2 ആളാണ്. ആര് F? ഒക്കെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ, PDF അതിൽ നോക്കിയാൽ മതി. സോ ദിസ് വിൽ ബി താഴേക്ക് എന്താണുള്ളത്? അതിന്റെ മാസ് എത്ര? 10 kg ആണ്. സോ 10 G ഓർ 100 ന്യൂട്ടൺ താഴേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ മാസ് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ടെൻഷൻ 100 ന്യൂട്ടൺ ആണ്. ഈ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്നതും 100 ന്യൂട്ടൺ ആയിരിക്കും. ഇനി ഈ പോയിന്റിൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം. ഈ പോയിന്റിൽ എന്തൊക്കെയാണുള്ളത്? ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഇങ്ങോട്ട് F, താഴേക്ക് 100 ന്യൂട്ടൺ, ഇങ്ങോട്ട് എന്താണ്? റോപ്പിലുള്ള ടെൻഷൻ T എന്ന് പറയുന്ന ടെൻഷൻ. ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ 135 ഡിഗ്രി വരും. ഓക്കെ, ഇനി വേണമെങ്കിൽ കമ്പോണൻസ് ആക്കിയിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അതല്ലെങ്കിൽ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അല്ലെ, വി ക്യാൻ അപ്ലൈ ലാമീസ് തിയറം ഓർ കമ്പോണൻസ്. സോ കമ്പോണൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ എന്തൊക്കെ കമ്പോണൻസ് ആക്കാം? ടെൻഷൻ ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ഇതേതാണ്? T sin 45 ഡിഗ്രി. ദിസ് വിൽ ബി T cos 45 ഡിഗ്രി. ടെൻഷൻ നമുക്ക് കമ്പോണൻസ് ആക്കാം. സോ ടെൻഷനെ കമ്പോണൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ T cos 45 ഡിഗ്രി എന്തിനെ ബാലൻസ് ചെയ്യണം? സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. താഴേക്കുള്ള 100 ന്യൂട്ടനെ ബാലൻസ് ചെയ്യണം. T sin 45 ഡിഗ്രി എന്തിനെ ബാലൻസ് ചെയ്യണം? F-നെ ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെ, T sin 45 ഡിഗ്രി ഹാസ് ടു ബാലൻസ് F. സോ ഒന്നുകിൽ ടെൻഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഡിവൈഡ് ചെയ്താൽ ടെൻഷൻ ക്യാൻസൽ ചെയ്ത് പോകും. F is equal to എന്ത് കിട്ടും ഈ കേസിൽ? 100 ന്യൂട്ടൺ. അല്ലെങ്കിൽ ടെൻഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്താലും മതി. ഓക്കെ, ടെൻഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്താലും മതി. ടെൻഷൻ 100 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അല്ലേ, എന്തായിരുന്നു ലാമീസ് തിയറം? 3 കൊളീനിയർ ഫോഴ്സസ് ഒരു സിസ്റ്റത്തിന് ഇക്വിലിബ്രിയത്തിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് F ഉണ്ട്, ഇങ്ങോട്ട് 100 ഉണ്ട്, ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ട്, ഈ ആംഗിൾ ടോട്ടൽ 135 ഡിഗ്രി വരും. കാരണം ഈ ആംഗിൾ 45 ഡിഗ്രി, ഇത്രയും 45 ഡിഗ്രി ആണ്, ബാക്കി 90 ഉണ്ട്. സോ ദിസ് ഈസ് ഓൾസോ 90, ദിസ് ഈസ് 135 ഡിഗ്രി. ഓക്കെ, എന്തായിരുന്നു ലാമീസ് തിയറം പറയുന്നത്? 3 കൺകറന്റ് ഫോഴ്സസ് ഒരു ബോഡിനെ ഇക്വിലിബ്രിയത്തിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി ബോഡി അണ്ടർ 3 concurrent forces is in equilibrium, then ഇത് F1, ഇത് F2, ഇത് F3. F1ന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആൽഫ, F2ന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ബീറ്റ, F3യുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഗാമ. സോ അങ്ങനെയാണെങ്കിൽ F1 by sin ആൽഫ has to be equal to F2 by sin ബീറ്റ, നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ F3 by sin ഗാമ. അല്ലെ, ഇത് ട്രയാംഗിളിന്റെ ലോ ഓഫ് സയൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സംഭവമാണ്. അത് ലാമീസ് തിയറം. സോ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ലാമീസ് തിയറം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാന്ന് മാത്രം. ദിസ് ഈസ് കോൾഡ് ലാമീസ് തിയറം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എങ്ങനെ എഴുതാം? F1 നമുക്ക് എന്തായിട്ട് എടുക്കാം? 100 ന്യൂട്ടൺ. 100 ഡിവൈഡഡ് ബൈ സൈൻ 135 ഡിഗ്രി ഹാസ് ടു ബി ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ സൈൻ 135 ഡിഗ്രി ഹാസ് ടു ബി ഈക്വൽ ടു T ഡിവൈഡ് ബൈ സൈൻ 90 ഡിഗ്രി. നമുക്ക് എന്താണ് ആവശ്യം? F ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് രണ്ട് ഈ ടേംസ് ഇക്വേറ്റ് ചെയ്താൽ മതി. സൈൻ 135 ഡിഗ്രി ക്യാൻസൽ ചെയ്ത് പോകും. 100 ഈസ് ഈക്വൽ ടു F എന്ന് കിട്ടും. ഓക്കെ,
F is equal to 100 Newton. So we will get the answer. Okay. So that is the second question. അതാണ് second question വരുന്നത്. ഇനി അടുത്ത question, third question. പെട്ടെന്ന് ചെയ്തു പോലെ തീരെ സമയമില്ല, അതാണ് പ്രശ്നം. അതല്ലെങ്കിൽ ഒരുപാട് തിയറിയും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. Third question, two forces P and Q of magnitude 2F and 3F respectively are at an angle of theta with each other. Okay. If the force Q is doubled, then the resultant also gets doubled. Then the angle theta is. What is the angle theta? So ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ അഡീഷന്റെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഇക്വേഷൻ ഫോർ വെക്ടർ അഡീഷൻ. സോ അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഫസ്റ്റ് കേസിൽ എന്താണ്, 2F ഉം 3F ഉം ആണ് വെക്ടേഴ്സ്. സോ P എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 2F ആണ്, Q എന്ന് പറയുന്നത് 3F ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും, റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P square plus Q square plus 2PQ cos theta. So 2F the whole square plus 3F the whole square plus 2 into 2F into 3F cos theta. ഇനി എന്താ ചെയ്തത്, ഇനി എന്ത് ചെയ്തു, ഫോഴ്സ് ഏത് ഫോഴ്സ് ഡബിൾ ആക്കിയത്, Q ഡബിൾ ആക്കി എന്ന് വെച്ചാൽ Q ഡാഷ് ബിക്കംസ് എന്തായിട്ട് മാറും, 2Q എന്ന് വെച്ചാൽ 6F ആയിട്ട് മാറി. ക്യൂവിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആക്കി, ഡയറക്ഷൻ അതേപോലെ നിർത്തി. അപ്പൊ റിസൾട്ടന്റ് എന്തായിട്ട് മാറി എന്നാ പറഞ്ഞത്, റിസൾട്ടന്റ് ആൾസോ ഡബിൾ, റിസൾട്ടന്റ് അപ്പോ ഡബിൾ ആയി എന്നാ പറഞ്ഞു. റിസൾട്ടന്റ് ഈസ് ആൾസോ ഡബിൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. സോ ക്യൂവിന്റെ വാല്യൂ ഡബിൾ ആക്കിയാൽ റിസൾട്ടന്റ് എങ്ങനെ വരും, റിസൾട്ടന്റ് അല്ലെങ്കിൽ ഇതിനെ ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് R സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് എത്രയാ വരാം, 2F square plus 3F the whole square. So 4F square plus 9F square, 13F square plus 2 into 2 into 3 plus 12F square cos theta. ഇനി ഡബിൾ ആക്കി എന്നാ പറഞ്ഞത്. അടുത്ത സിറ്റുവേഷനിൽ Q ഡാഷ് 6F ആക്കി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് 2 ടൈംസ് ആവും. ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് എന്താ വരാ, 2F the whole square plus പുതിയ ഫോഴ്സ് 6F the whole square plus 2 into 2F into 6F cos theta. അല്ലേ, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4R സ്ക്വയർ ആയിട്ട് മാറും. 4R സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുക, 6 സ്ക്വയർ 14F സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ വരാം 24F സ്ക്വയർ കോസ് തീറ്റ. അപ്പൊ R സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് R സ്ക്വയർ അല്ലെ, ഇതാണ് ഇവിടെ R സ്ക്വയർ ആയിട്ട് വരുന്നത്. സോ 4 into 13F square plus 12F square plus 12F square cos theta is equal to 40F square plus 24F square cos theta. ഇതിനകത്ത് F square കോമൺ ആണ്, കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് എന്താണ് ഇവിടെ, പിന്നെ എന്താണുള്ളത് ഇവിടെ 4 into 13 ഉണ്ട്, 4 into 13 52. പിന്നെ ഉള്ളത് 48 cos theta. 48 cos theta, ഇവിടെ 40 ഉണ്ട്. ഇവിടെ അത് ഇങ്ങോട്ട് വന്നാൽ 12 ആയിട്ട് മാറും. ഇവിടെ 48 cos theta ഉണ്ടാവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അത് അങ്ങോട്ട് പോയാൽ -24 cos theta. ഓക്കെ, -24 cos theta. Cos theta is equal to -1/2 implies theta is equal to 120 degree. Okay, theta is equal to 120 degree. Cos theta -1/2 വരുന്നത് theta 120 ഡിഗ്രിയിലാണ്. ഓക്കെ, ആരോ ആൻസർ പറഞ്ഞിരുന്നു, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ 120 ഡിഗ്രി വിൽ ബി ദി ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. A particle of mass m is moving in a straight line with momentum p starting at time t equal to 0. A force F is equal to kt acts in the same direction on the moving particle during the time interval t so that its momentum changes from p to 3p.
Okay, P2, 3P. Here K is a constant. What is the value of T? What is the value of T? So, a particle എന്താണ് mass moving in a straight line with a momentum P. P എന്ന് പറയുന്ന മൊമെന്റത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? K ആണ്, KT ആണ്. അങ്ങനെയാണെങ്കിൽ 0 to T എന്ന് പറയുന്ന ടൈമിന്റെ ഉള്ളിൽ മൊമെന്റം എന്തായിട്ട് മാറുന്നുണ്ട്? P to 3P ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? നമുക്കറിയാം വാട്ട് ഈസ് മൊമെന്റം അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഈസ് dp by dt ആണ് അല്ലേ? dp by dt അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം dp ഈസ് f dt ആണ്. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വേരിയബിൾ ഫോഴ്സ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടുമായിരിക്കും. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് എവിടെ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം? P1 to P2 ലിമിറ്റ് കൊടുക്കാം. ഇവിടെയോ 0 to T എന്ന് പറയുന്ന ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി പിയുടെ ഇന്റഗ്രൽ P വരും. P2 minus P1 change in momentum has to be equal to integral f dt. Change in momentum is equal to change in momentum is integral f dt. ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. Okay, so that will be integral kt dt 0 to t will. So t dt integral, so it will be kt square by 2 has to be equal to 2p. Change in momentum എത്രയാ? 3p minus p ആണ് ചേഞ്ച് ചെയ്യുന്നത്. So that is equal to 2p. So t square is equal to 4p by k എന്ന് വരും. t is equal to square root of 4p by k എന്ന് വരും. Okay, so option 4 പുറത്തെടുത്താൽ 2 വരും. So option B will be, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. A particle moves from the point 2i cap plus 4j cap. എന്ന് വെച്ചാൽ ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്? വെക്ടറിൽ 2i cap plus 4j cap ആണ് ഇനീഷ്യൽ പോയിന്റ്. അറ്റ് t equal to 0. t equal to 0 ഇവിടെയാണുള്ളത്. It is acted upon by a constant force which produces a constant acceleration of 4i cap plus 4j cap. അപ്പൊ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, സോറി ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആദ്യം ആക്സിലറേഷൻ എഴുതാം. 4i cap plus 4j cap. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? With an initial velocity of 5i cap plus 4j cap. 5i cap plus 4j cap. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ദി ഒറിജിൻ അറ്റ് t equal to 0. t equal to 2. t equal to 2 പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നല്ല ചോദിച്ചത്, ഒറിജിനിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് പാർട്ടിക്കിൾ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഫൈനൽ പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. ഫൈനൽ പൊസിഷൻ. അപ്പൊ നമുക്ക് ഇത് വെക്റ്റർ ഫോമിലാണ് തന്നത്, എല്ലാം 2 ഡയമെൻഷൻ ആണ്. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ വെക്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുമോ? v equal to u plus, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എഴുതാറുണ്ട് 1 ഡയമെൻഷണൽ മോഷനിൽ v equal to u plus at, s equal to ut plus half at square, u square is equal to, sorry, v square is equal to u square plus 2as, അല്ലെങ്കിൽ v square minus u square is equal to 2as. ഇതൊക്കെ നമ്മൾ എഴുതാറുണ്ട്. Can we apply it in 2 dimension? 2 dimensional അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇക്വേഷൻസ് ഒക്കെ? Can we apply these equations if it is a uniform motion? ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണോ? യൂണിഫോം ആക്സിലറേഷൻ ആണോ ഇവിടെ? Yes, acceleration is a constant. So we can apply this. Can we apply this directly? Components ആക്കാതെ u equal to 5i cap plus 4j cap, അതേപോലെ a is equal to 4i cap plus 4j cap എന്ന് എഴുതിയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇക്വേഷൻസ്? യെസ്, നേരിട്ടും അപ്ലൈ ചെയ്യാം. കമ്പോണൻസ് ആക്കണമെന്നില്ല, നേരിട്ടും അപ്ലൈ ചെയ്യാം. അത് വെക്റ്റർ ഫോമിൽ ഇങ്ങനെ എഴുതാം, v equal to u plus at എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ വരിക. s is equal to ut plus half at square എന്ന് എഴുതാം. ഏത്? ഈ ഫോമിൽ. ഏത്? അപ്പോ എല്ലാം വെക്റ്റർ ഫോമിൽ തന്നെ എഴുതണം.
മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഹൗ വിൽ ബി ദി തേർഡ് ഇക്വേഷൻ ഇൻ ദാറ്റ് കേസ്? തേർഡ് ഇക്വേഷൻ എങ്ങനെയാ വരിക? 2as v square is equal to u square plus 2as എന്ന് പറയുന്നത് ആക്ച്വലി this equation is v dot v ആണ് v square എന്ന് പറയുന്നത് is equal to u dot u plus 2a dot s എന്നാണ് ഈ സംഗതി. Okay, 2a dot s. So this is v square is equal to u square plus 2a dot s ആണ് ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. Okay, മൂന്നാമത്തെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? എന്താണ് കണ്ടീഷൻ? ആക്സലറേഷൻ ഹാസ് ടു ബി യൂണിഫോം ആക്സലറേഷൻ ആവണം. ഓക്കെ, അത്രേ ഉള്ളൂ ഈ കേസിൽ. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെ? ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? പൊസിഷൻ വെക്ടർ വരക്കുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. യു എത്രയാണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എത്രയാണ്? u 5i cap plus 4j cap 5i cap plus 4j cap into time എത്രയാ 2 plus half a എന്ന് പറയുന്നത് എത്രയാ 4i cap plus 4j cap into 2 square. Right? Okay, 2 square. So ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇത് ടോട്ടൽ വരുന്നത് മറ്റൊന്നുമല്ല 10i വരും ഇവിടെ 8i. So 18i cap plus 16j cap, 18i cap plus 16j cap. This is the final position. Sorry, this is the displacement. മനസ്സിലായോ? പാർട്ടിക്കിൾ ഇനീഷ്യലി ഒറിജിനൽ അല്ല ഉള്ളത്. പാർട്ടിക്കിൾ ഇനീഷ്യലി R1 എന്ന് പറയുന്ന പോയിന്റിലാണുള്ളത്. നമുക്ക് ആ പാർട്ടിക്കിള് ഇവിടുന്ന് എങ്ങോട്ടോ ആണ് മൂവ് ചെയ്തത്. പാർട്ടിക്കിൾ മൂവ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ്. പക്ഷെ നമുക്ക് ഒറിജിന് സെന്ററിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇതായിരുന്നു R1 എന്ന് പറയുന്നത്, ഇതാണ് R2 എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കിട്ടുന്ന സംഭവം ഇതാണ് R2 മൈനസ് R1 എന്ന് പറയുന്ന സംഭവം ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം. ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് വരാം R2 equal to എന്താ വരാ? this plus R1 എന്ന് വരും അല്ലെ? 18i cap plus 16j cap plus R1. So R1 എത്രയാണ്? 2i cap plus 4j cap. So this will be 2i cap plus 4j cap substitute ചെയ്താൽ 20i cap plus 20j cap. So origin എന്നുള്ള പൊസിഷൻ വെക്ടർ കിട്ടി 20i cap plus 20j cap എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് എത്രയാ? പൊസിഷൻ വെക്ടർ 20i cap plus 20 അല്ലേ? 20 ആണ് അതിന്റെ എന്ത് വരിക? കോർഡിനേറ്റ്സ് വരും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയനെ. അതല്ല നമ്മളോട് ചോദിച്ചത്, ഇതാണ് ചോദിച്ചത്. ഓക്കെ, സോ ഞാനിവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെക്റ്റർ ഫോമിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ ഇക്വേഷൻ ആക്ച്വലി അവിടെ ഉള്ളത് ഡോട്ട് പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്പർ 7 എന്ന് വായിച്ചു നോക്കിയേ. Number 7, two blocks A and B of masses MA is equal to 1 kg and MB is equal to 3 kg are kept on the table as shown in figure. The coefficient of friction between A and B is 0.2 and between B and the surface of the table is 0.2. The maximum force that can be applied on B horizontally so that the block A does not slide over the block B is. Okay, over the block B is. അയ്യോ, the battery തീരാറായി. ആരാണ് ആൻസറുകളെല്ലാം വിളിച്ച് പറയുന്നത്? ഓക്കെ,
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലെ? ഒരു ബ്ലോക്കിന്റെ മുകളിൽ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യും, എന്നിട്ട് എന്താണ് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യാം സോ ദാറ്റ് ദേ വിൽ നോട്ട് സ്ലൈഡ് അല്ലെങ്കിൽ ദേ വിൽ നോട്ട് മൂവ് ടുഗെദർ എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ മുകളിലുള്ള ബ്ലോക്കിൽ 1 kg ബ്ലോക്ക് ആണ് ഇത്, 2, 3 kg ബ്ലോക്ക് ആണ്. താഴെ ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ ഈസ് 0.2, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇവിടെയും മ്യൂ 0.2 ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. വി ക്യാൻ ഡു ഇൻ മെനി വേസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിയൽ ലൈഫിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? റിയൽ ലൈഫിൽ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ ഒന്നിന്റെ മുകളിൽ വേറൊരു ബ്ലോക്ക് വെച്ചിട്ട് ഒന്ന് മൂവ് ചെയ്യിക്കുകയാണ്, നമ്മൾ പതിയെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ നോക്കിയാൽ വേണമെങ്കിൽ ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് സ്ലോലി അല്ലെങ്കിൽ ആക്സിലറേഷൻ വളരെ കുറവാണെങ്കിൽ രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യും അല്ലെ? ബോത്ത് ഓഫ് ദം വിൽ മൂവ് ടുഗെദർ. പക്ഷെ ഞാൻ ആക്സിലറേഷൻ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റാത്തത്? ഇതിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ മുകളിലത്തെ ബ്ലോക്കിനെ ഒപ്പം കൊണ്ടുപോകുന്നവരാണ്. ഇതിന്റെ മുകളിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, കാണുന്നില്ലേ? ഇങ്ങനെ ഒരു കേസ് കാണുന്നില്ലേ? സോ ഈ നോട്ട്ബുക്കിന്റെ മുകളിൽ വീഡിയോയിൽ നോക്കട്ടോ, നോട്ട്ബുക്കിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു കേസ് ഉണ്ട് അല്ലേ? there is a case above the notebook. ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് മൂവ് ചെയ്യും. they will move together if I am applying a very less force അല്ലെങ്കിൽ സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ മുകളിലത്തെ ബ്ലോക്കിന് ഇതിന്റെ ഒപ്പം കൊണ്ടുപോകുന്ന ആരാണ് കൊണ്ടുപോകുന്നത്? ഫ്രിക്ഷൻ ആണ് അല്ലെ? ഫ്രിക്ഷൻ ആണ് ഒപ്പം കൊണ്ടുപോകുന്നത്. അപ്പൊ മുകളിലത്തെ ബ്ലോക്കിന് ഒപ്പം കൊണ്ടുപോകുന്നത് ഇവർക്കിടയിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. ഈ ഒപ്പം കൊണ്ടുപോകുമ്പോൾ ഇവർക്കിടയിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് സ്റ്റാറ്റിക് ആണോ കൈനറ്റിക് ആണോ? വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? ഇസ് ഇറ്റ് സ്റ്റാറ്റിക് ഓർ ഇസ് ഇറ്റ് കൈനറ്റിക്? പെട്ടെന്ന് പറഞ്ഞേ. അതായത് that force is static because there is no relative slipping between them അല്ലെ? അവർക്കിടയിൽ എന്തില്ല? സ്ലിപ്പിംഗ് ഇല്ല. സ്ലിപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ that force is static. ഓക്കെ, പിന്നെ ഇത് ഞാൻ വളരെ ലാർജ് ഫോഴ്സ് കൊടുക്കുകയാണ്. വളരെ ലാർജ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലുള്ള സാധനം എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യും അല്ലെ? മുകളിലുള്ള സാധനം ഇതിനകത്ത് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സ്ലിപ്പ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഫ്രിക്ഷൻ cannot take the upper block together. കാരണം ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ വരെ പോകാൻ പറ്റുള്ളൂ. ഇറ്റ് cannot increase further. ഓക്കെ, ഇറ്റ് cannot increase further. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിനുണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ, എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മാക്സിമം ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഫ്രിക്ഷൻ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡ് ദി മാക്സിമം ആക്സിലറേഷൻ that friction can provide to this particular block. ഈ particular ബ്ലോക്കിന് ഫ്രിക്ഷന് എത്ര ഫോഴ്സ്, എത്ര ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. സോ മാക്സിമം ആക്സിലറേഷൻ ടു ദി ഫസ്റ്റ് ബ്ലോക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുക? മാക്സിമം ആക്സിലറേഷൻ ഓഫ് ഫസ്റ്റ് ബ്ലോക്ക്, മാക്സിമം ആക്സിലറേഷൻ ഓഫ് ഫസ്റ്റ് ബ്ലോക്ക് ആരാണ്? ആ ഫസ്റ്റ് ബ്ലോക്കിന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. യു ക്യാൻ ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഫസ്റ്റ് ബ്ലോക്ക് അലോൺ. ഫസ്റ്റ് ബ്ലോക്കിൽ താഴെ അപ്ലൈ ചെയ്യുന്ന എഫ് നേരിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അവർക്കിടയിലുള്ള ഫ്രിക്ഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫ്രിക്ഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്കിനെ ഒപ്പം കൊണ്ടുവന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ കിട്ടുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാ? ബാക്കിലോട്ടാ ഫ്രണ്ടിലോട്ടാ? ഫസ്റ്റ് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിച്ച് മുകളിലത്തെ ബ്ലോക്ക് മാസ് 1 ആയിട്ടുള്ള ബ്ലോക്ക്. ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ടാണ്, കാരണം ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അയാൾ ബാക്കിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോയേനെ. ഓക്കെ, അതേപോലെ താഴത്തെ ബ്ലോക്കിൽ ഫ്രിക്ഷൻ ബാക്കിലോട്ടാണ് കിട്ടുക. ഓക്കെ, താഴത്തെ ബ്ലോക്കിൽ ഫ്രിക്ഷൻ ബാക്കിലോട്ടാണ്. ഏത് ഫ്രിക്ഷൻ? അവർക്കിടയിലുള്ള ഫ്രിക്ഷൻ. ഓക്കെ, സോ ഫ്രിക്ഷൻ ആണ്. ഈ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാ? എഫ് മാക്സ് ഈസ് മ്യൂ ഇൻറ്റു എൻ ആണ് അല്ലെ? മ്യൂ ഇൻറ്റു എഫ് മാക്സ് ഈസ് മ്യൂ ഇൻറ്റു എൻ ആണ്. സോ അത് വെച്ച്, ആ ഫ്രിക്ഷൻ വെച്ച് ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ എ മാക്സ് ഈസ് മ്യൂ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ അതിന്റെ മാസ്. ഓക്കെ അല്ലെ? ഫ്രിക്ഷൻ എഫ് മാക്സ് ഡിവൈഡ് ബൈ മാസ്. സോ ദാറ്റ് ഈസ് 0.2 അല്ലേ ഫ്രിക്ഷൻ? എം 1 ഇൻറ്റു ജി അല്ലേ അതിന്റെ ഇടയിലുള്ള ഇത്? 1 ഇൻറ്റു ജി അല്ലെ അവർക്കിടയിലുള്ള നോർമൽ ഫോഴ്സ്? അതിന്റെ വെയിറ്റ് അല്ലേ അവർക്കിടയിലുള്ള നോർമൽ ഫോഴ്സ് അല്ലെ? അവർക്കിടയിലുള്ള നോർമൽ ഫോഴ്സ് 1 ഇൻറ്റു ജി ആണ്. ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 1 ആണ്. സോ ദിസ് വാല്യൂ ഈസ് 10. സോ 2 ബ്ലോക്കിന് ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ
The maximum acceleration that the upper block can have is 2 meter per second square. അപ്പൊ താഴത്തെ ബ്ലോക്കിനും ഇവിടെ കറണ്ട് പോയി അപ്പൊ ചിലപ്പോ എന്നെ കാണില്ല. താഴത്തെ ബ്ലോക്കിന് ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷനും എത്ര തന്നെയാ? ആ അല്ല, അപ്പൊ ഈ കേസിൽ താഴത്തെ ബ്ലോക്കിന് അത്രയും പോവാം, പക്ഷെ അവിടെ സ്ലിപ്പിംഗ് ഉണ്ടാവാം. ഈ കേസിൽ ഈ മാക്സിമം ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ അവർക്കിടയിൽ സ്ലിപ്പിംഗ് ഉണ്ടാവും. ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലും കുറവ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ they will move together as a system. അവരൊരു സിസ്റ്റം ആയിട്ട് ഒരുമിച്ച് മൂവ് ചെയ്യും. ഓക്കെ, with an acceleration of 2 meter per second square. 2 meter per second square കൂടുതലാണെങ്കിൽ അവർക്കിടയിൽ സ്ലിപ്പിംഗ് ഉണ്ടാവും. രണ്ടുപേരുടെയും ആക്സിലറേഷൻ സെയിം ആയിരിക്കില്ല. The acceleration will not be same for both the blocks. 2 meter per second square കുറവാണെന്നുണ്ടെങ്കിൽ they will move together, അല്ലെങ്കിൽ 2 വരെ പോവാം. ഓക്കെ, സോ രണ്ടുപേരും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇയാളിൽ ഇവിടെ ഫ്രണ്ടിലോട്ടാണ് ഫ്രിക്ഷൻ, ഇയാൾക്ക് ആ സെയിം ഫ്രിക്ഷൻ താഴത്തെ ബ്ലോക്കിന് കിട്ടുന്നത് ബാക്കിലോട്ടാണ്. ആ സെയിം ഫ്രിക്ഷൻ താഴത്തെ ബ്ലോക്കിന് കിട്ടുന്നത് ബാക്കിലോട്ടാണ്. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദം, അവർക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യും? ദാറ്റ് വിൽ ആക്ട് ആസ് വാട്ട് ഫോഴ്സ്? ദാറ്റ് വിൽ ആക്ട് ആസ് ഇന്റേണൽ ഫോഴ്സ്, അല്ലെ? അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇതെല്ലാം കൂടി ഒരു സിസ്റ്റം ആയിട്ട് എടുക്കുമ്പോൾ, അതായത് മുകളിലത്തെ ബ്ലോക്കും താഴത്തെ ബ്ലോക്കും കൂടി നമ്മുടെ ഒരു സിസ്റ്റമാണ്. ആ ഫ്രിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇനി ഇതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രം നോക്കുക. ആക്സിലറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് മാത്രം എടുത്താൽ മതി? ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രം എടുത്താൽ മതി. ഇൻഡിവിജ്വൽ ബ്ലോക്സ് ആയിട്ട് എടുക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുക്കുക. സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം എടുക്കുക. ഓക്കെ, അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതൊക്കെയാ? എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ട്. താഴെ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രൗണ്ടിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അല്ലെ? ഗ്രൗണ്ടിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ എം ജി എൻ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് 1, ദിസ് ഈസ് 3. ഓക്കെ, സോ ആക്സിലറേഷൻ 3 വരണം. സോ ആക്സിലറേഷൻ 3 വരണം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എഫ് മൈനസ് എഫ്, ആക്സിലറേഷൻ 3 അല്ലല്ലോ, 2 അല്ലേ? എഫ് മൈനസ് ഫ്രിക്ഷൻ ഓൺ ദി ഫ്ലോർ. ഓക്കെ, ഫ്രിക്ഷൻ ഓൺ ദി ഫ്ലോറിന് ഞാൻ എന്ത് എടുക്കും? F1 എടുക്കുന്നത്. ഓക്കെ, എഫ് മൈനസ് F1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അല്ലെ? ടോട്ടൽ മാസ് എത്രയാ? 3 + 1. ഇതെല്ലാം കൂടി ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. എഫ് മൈനസ് F1 ഡിവൈഡഡ് ബൈ എഫ്. സോ ആക്സിലറേഷൻ ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 2 ആണ്. എഫ് മൈനസ് ഫ്രിക്ഷൻ F1ന്റെ മാക്സിമം വാല്യൂ എത്രയാ? ഇത് ഇവിടെ സ്ലൈഡിങ് ഉണ്ടല്ലോ അവർക്കിടയിൽ, അപ്പൊ അത് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ? മ്യൂ ഇൻറ്റു ടോട്ടൽ എൻ എത്ര വരും? താഴത്തെ എൻ എത്ര വരും? മ്യൂ ഇൻറ്റു എൻ അല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സ്. താഴത്തെ എൻ എന്ത് വരും? 3g ആണോ? 4g, കാരണം 3g + g വരും, അല്ലെ? മുകളിലത്തെ വെയിറ്റും കൂടി താഴെ നോർമൽ ഫോഴ്സ് ഉണ്ട്. താഴത്തെ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ എൻറ്റയർ വെയിറ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി 3 + 1 ഇൻറ്റു g ഡിവൈഡഡ് ബൈ 3 + 1. സോ എഫ് ഇസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് വന്നാൽ 8 + മ്യൂ എത്രയാണ്? 0.2 ഇൻറ്റു 8g. g എന്ന് പറഞ്ഞാൽ 10 വരും. So how much is it? How much is it? 24 ആണോ? അല്ലേ? 24 അല്ലേ? അപ്പൊ ആൻസർ ഇല്ലേ? ഇത് ആഡ് ചെയ്താൽ എത്ര വരാം? 16 ആഡ് ചെയ്താ വരാ? അങ്ങനെ 16. ഫ്രിക്ഷന്റെ വാല്യൂ എത്രയാ? 0.2 തന്നെ അല്ലേ? എനിക്ക് അവിടുന്ന് 8 കിട്ടിയ. സോറി, ഇതെങ്ങനെ 8 ആയ? 4g ആണ്. സോറി, ദിസ് ഇസ് 4. This will be 8 + 8, 16 Newton. Okay, 16 Newton. I hope it's clear. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും ചെയ്യാം. ആക്സലറേഷൻ 2 കൊടുത്തിട്ട് ഏത് താഴത്തെ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടും ചെയ്യാം കേട്ടോ. താഴത്തെ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടും ചെയ്യാം.
ഏതാ? താഴത്തെ ബ്ലോക്കിൽ താഴെ കിട്ടുന്ന നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 40 ന്യൂട്ടൺ തന്നെ വരും. മുകളിൽ ഇങ്ങനെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം വരക്കുകയാണെങ്കിൽ മുകളിൽ ഒരു 10 ന്യൂട്ടൺ ഉണ്ടാവും. പിന്നെ താഴേക്ക് അതിന്റെ വെയിറ്റ് 30 ന്യൂട്ടൺ ഉണ്ടാവും. മനസ്സിലായോ? 3G ഉണ്ടാവും. അപ്പൊ ടോട്ടൽ താഴേന്ന് ഇവിടെ കിട്ടുന്ന നോർമൽ ഫോഴ്സ് എത്ര വരണം? 40 ന്യൂട്ടൺ വരണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് താഴത്തെ നോർമൽ ഫോഴ്സ് 40 ന്യൂട്ടൺ തന്നെയാണ്. ഇതിന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം 3 kg മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇവിടെ എന്തുണ്ട്? എഫ് ഉണ്ടാവും. ഈ മുകളിൽ കിട്ടിയ ആ ഫ്രിക്ഷൻ ഉണ്ടാവും. മുകളിൽ കിട്ടിയ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ താഴത്തെ ആ ഫ്രിക്ഷൻ ഫോഴ്സ് F1 ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് മൈനസ്, ഇപ്പൊ മുകളിലുള്ള എഫ് എടുക്കാനുള്ള റീസൺ എന്താ? 3 kg മാത്രമാക്കി എടുത്തത്, എൻറ്റയർ സിസ്റ്റം അല്ല. അപ്പൊ അത് ഇന്റേണൽ ഫോഴ്സ് അല്ല, അത് 1 kg അപ്ലൈ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതിന് ഇതുണ്ട്. ഓക്കെ. എഫ് മൈനസ് F1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഈ എഫിന്റെ വാല്യൂ നമുക്കറിയാം, ഈ F1ന്റെ വാല്യൂ നമുക്കറിയാം. ആൻസർ കിട്ടും. ഓക്കെ. സോ ദാറ്റ് ഈസ് ഇറ്റ്. So that will be the answer. That is the answer for question number 7. ഇനി അടുത്ത question number 8 ആണ്. 8th question. Question number 8. A block of mass 5 kg is pushed in case A and to pulled in case B by a force of 20 Newton, making an angle of 30 degree with the horizontal as shown in figure. The coefficient of friction between the block and the floor is mu is equal to 0.2. The difference between the accelerations of the blocks in case and case B will be. രണ്ടിലുള്ള ആക്സിലറേഷന്റെ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു കേസിൽ കേസ് എയിൽ പുഷ് ചെയ്യാണ്, കേസ് ബിയിൽ പുൾ ചെയ്യാണ്. ഇതാണ് ഒരു കേസ്. ഇതിനകത്ത് ഹൊറിസോണ്ടലി 30 ഡിഗ്രി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ. ഇവിടുത്തെ ഫ്രിക്ഷന് 0.2 ആണ്. 0.2 ആണ്. അപ്പോ ഇതിനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കുന്ന ആരായി? 20 ന്യൂട്ടണിന്റെ ഒരു കമ്പോണന്റ് മാത്രമല്ലേ? ദിസ് വിൽ ബി 20 കോസ് 30 ഡിഗ്രി. താഴേക്ക് എന്തൊക്കെയുണ്ടാവും? താഴേക്ക് ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എത്രയാ? 50 kg അല്ലെ? 50 kg ആണ്. സോ താഴേക്ക് 50G ഉണ്ടാവും. പ്ലസ് എന്നും കൂടി ഉണ്ടാവും, ഈ 20യുടെ സൈൻ 30 കമ്പോണന്റ് കൂടി ഉണ്ടാവും. 20 സൈൻ 30 ഡിഗ്രി. ഇങ്ങോട്ട് എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതാണ് ഉണ്ടാവുക. ഇവിടെ നോർമൽ ഫോഴ്സ് എത്രയാ വരാം? മുകളിലോട്ട് നോർമൽ ഫോഴ്സ് 5G. ഓക്കെ. 50 ന്യൂട്ടൺ ഓർ 5G. സോറി, അയ്യോ മാഴുക്കടബ്ര. 5G. ഓക്കെ. സോ നോർമൽ ഫോഴ്സ് ഇവിടെ വരിക. താഴേക്കുള്ള 5Gനെയും ബാലൻസ് ചെയ്യണം, താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സിനെയാണ് ഇവിടുത്തെ നോർമൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്. താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സ് എന്തൊക്കെയാ? 5G പ്ലസ് 20 സൈൻ 30 അല്ലെ? 5G പ്ലസ് 20 സൈൻ 30 ഡിഗ്രി. സോ 50 പ്ലസ് 10 60 ന്യൂട്ടൺ. നോർമൽ ഫോഴ്സ് കിട്ടി 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ ആണ് നോർമൽ ഫോഴ്സ്. ഫ്രിക്ഷൻ, what is the limiting value of friction? mu mg ആണോ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ? അല്ല, mu into നോർമൽ ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് mu എത്രയാ? 0.2 into നോർമൽ ഫോഴ്സ് 60. സോ 0.2 into 60 12 ന്യൂട്ടൺ ആണോ? 12 ന്യൂട്ടൺ. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എത്രയാ? 20 സൈൻ 30. അപ്പൊ ആക്സിലറേഷൻ വരിക ഇനി ഫ്രിക്ഷൻ. അപ്പൊ ഇവിടെ 20 എന്ന് പറയുമ്പോൾ എത്രയാ? 20 കോസ് 30 എന്ന് പറയുമ്പോൾ 20 into √3/2 10 √3 എന്ന് വരും. സോ ഇറ്റ് ഈസ് മോർ ദാൻ, ആരോ കൈപൊക്കിയല്ലോ, ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട്? ഇറ്റ് ഈസ് മോർ ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലുണ്ട് ആര്? അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കൂടുതലുണ്ട് ഏതെന്ന് പറയുന്നത്
applied horizontal force. Horizontal force 10 root 3 ഉണ്ട്. 10 root 3 എന്ന് പറഞ്ഞാൽ 10 into 1.73, 17.3 വരും. Okay. So the friction will be kinetic in nature. ഇത് മൂവ് ചെയ്യും. ഫ്രിക്ഷനേക്കാളും കൂടുതൽ ഫോഴ്സ് horizontal direction ഉള്ളതുകൊണ്ട് ഇത് മൂവ് ചെയ്യും. So acceleration will be 10 root 3 minus 12, അല്ലെ, -12 ബാക്കിലോട്ടുള്ള ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഡിവൈഡഡ് ബൈ അതിന്റെ മാസ് 5. സോ 17.3 അല്ലേ ഇത് വരിക, -12 ഡിവൈഡഡ് ബൈ 5. സോ 5.3 by 5. 5.3 by 5 എന്ന് പറയുമ്പോൾ 1.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? ആയിരിക്കും, അതിരിക്കാൻ ചാൻസ് ഇല്ല. 1.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിലാവുമ്പോൾ എന്താ സംഭവിക്കുക? സെക്കൻഡ് കേസിൽ നമ്മൾ ഇങ്ങനെയാണ് പുള്ളി ഇറ്റ് വിൽ ബി 30 ഡിഗ്രി. എത്രയാണ് ഫോഴ്സ്? 20 ന്യൂട്ടൺ. സോ ഇങ്ങോട്ട് this is 20 ന്യൂട്ടൺ, 20 cos 30 ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ടാണ് 20 sin 30 ഡിഗ്രി. അയ്യോ, മുകളിലോട്ടാണ് 20 sin 30 ഡിഗ്രി ഉള്ളത്. ഓക്കെ, പിന്നെ താഴേക്ക് mg, മുകളിലോട്ട് തന്നെ നോർമൽ ഫോഴ്സ്, മുകളിലോട്ട് തന്നെ നോർമൽ ഫോഴ്സ്, ബാക്കിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്, ബാക്കിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ n plus 20 sin 30 ഡിഗ്രിനെ ആര് ബാലൻസ് ചെയ്യുന്നു? mg. mg is equal to n plus 20 sin 30, മുകളിലോട്ടുള്ളത് അല്ലെ? ഓക്കെ, സോ ഹിയർ n will be, mg എന്ന് പറയുന്നത് എത്രയാ? 5 into 10 minus 20 sin 30 എന്ന് പറയുമ്പോൾ 10. n എന്ന് പറയുന്നത് 40 ന്യൂട്ടൺ ആണ്. നോർമൽ ഫോഴ്സ് 40 ന്യൂട്ടൺ. മനസ്സിലായി? നേരത്തെ പ്ലസ് വന്നത് ഇപ്പൊ മൈനസ് ആയി, അത്രേ ഉള്ളൂ. 40 n എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് mu into n ആണ്. 0.2 into 40 ആണ്. ദാറ്റ് ഈസ് 8 ന്യൂട്ടൺ. 8 ന്യൂട്ടൺ ആണ്. Okay, so that will be the answer. So friction കിട്ടി. Acceleration will be again 20 cos 30 അല്ലേ ഫ്രണ്ടിലോട്ടുള്ളത്, മൈനസ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ മാസ്. മാസ് എത്ര? 5. സോ 20 cos 30 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17.3 minus 8 divided by 5. So 9.3 divided by 5. 9.3 divided by 5 എത്ര വരും? 1.806 ആണോ? 1.86. 1.86. So what is the difference? Difference ഇല്ലേ? 0.6, 0.8. ഒന്ന് 1.06 ആണ്, ഒന്ന് 1.86 ആണ്. So what is the difference? 0.8. 0.8 meter per second square will be the answer. That is about laws of motion. Laws of motion ന് മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നോക്കുക. നെറ്റിലൊക്കെ അടിച്ചാൽ ഒരുപാട് കിട്ടും. ഒരുപാട് റിസോഴ്സസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് സൈറ്റ്സിൽ ഉണ്ടാവും. ഓക്കെ, എന്നാലും അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ ആണ്. ഈ 8 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരുന്നത് അരമണിക്കൂറാണ് മാക്സിമം, പക്ഷെ അത് 1 മണിക്കൂറായിട്ട് മാറി. സോ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചാപ്റ്റർ നോക്കാം, വർക്ക് എനർജി ആൻഡ് പവർ. ഇൽഹാമെ അതുകൂടെ ഒന്ന് അയക്കുന്നു. നീ അപ്പൊ ഗ്രൂപ്പ് ആരാണ് ഈ എഫ്? ആരാണ്? Who is that F? He doesn't give an F. F ന് എന്താ ഫുള്ള് പേരില്ല. So question number 1, work energy power la first question. A block of mass m lying on a smooth horizontal surface is attached to a spring of negligible mass of spring constant K.
The other end of the spring is fixed as shown in the figure. The block is initially at rest. The block is initially at rest in its equilibrium position, and now now the block is pulled by a constant force F. The maximum speed of the block is the maximum speed of the block. What is the maximum speed of the block? That's the question. So we have a block here. It is pulled by a force F. F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വെച്ച് പുൾ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ elongate ചെയ്ത് പോവും. ഒരു ഇൻസ്റ്റന്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെ? സ്റ്റോപ്പ് ചെയ്യും. അതാ ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിലാണ് എന്ത് വരിക? മാക്സിമം എലോങ്ങേഷൻ വരും അല്ലെ? മാക്സിമം എലോങ്ങേഷൻ വരിക ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിലാണ്. എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക? ഈ എഫും സ്പ്രിംഗ് ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന ഇൻസ്റ്റന്റിലാണോ ഇത് സ്റ്റോപ്പ് ചെയ്യുക? Will it stop at the instant when the spring force balances the F? ആണോ? അപ്പോഴാണോ ഇത് സ്റ്റോപ്പ് ചെയ്യുക? ആണോ? When will it stop? So question ഇതാണ്. സ്പ്രിംഗ് ഫോഴ്സും, അതായത് ഇതിങ്ങനെ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്പ്രിംഗ് എലോങ്ങേറ്റ് ചെയ്ത് വരും. അപ്പൊ സ്പ്രിംഗ് ഫോഴ്സ് ബാക്കിലോട്ട് വലിക്കും. ഈ സ്പ്രിംഗ് ഫോഴ്സ് ബാക്കിലോട്ട് വലിക്കുന്ന സ്പീഡും അല്ല ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്ത എഫും ഈക്വൽ ആവുമ്പോഴാണോ അത് സ്റ്റോപ്പ് ചെയ്യാം? ഒന്ന് റിപ്ലൈ ചെയ്തേ. ആണോ അല്ലേന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂ. അപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുക? ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ വിൽ ഇറ്റ് സ്റ്റോപ്പ്? ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ സാധാരണ പറയാം ഫോഴ്സ് ഈക്വൽ ആവുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാന്ന് ചിലവർ പഠിച്ചു വെക്കും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനെങ്ങനെ വലിച്ചിട്ട് നീട്ടുമ്പോ എന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റന്റ് എത്തുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സും ഈ എഫും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോകും. സ്പ്രിംഗ് ഫോഴ്സും എഫും ബാലൻസ്. കീർത്തനം എന്തിനാ കൈവെക്കുന്നു? സ്പ്രിംഗ് ഫോഴ്സും എഫും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോകും അല്ലെ? ഒരു ഇൻസ്റ്റന്റിൽ എത്തുമ്പോൾ. അപ്പോഴാണോ ഇത് സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചത്? അല്ല, അപ്പോഴല്ല ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഓക്കെ, കാരണം എന്താണ്? ഒരു ഇൻസ്റ്റന്റിൽ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു? സ്പ്രിംഗ് ഫോഴ്സും ഈ നടുവിലുള്ള ഈ പോയിന്റിൽ സ്പ്രിംഗ് ഫോഴ്സും എഫും ബാലൻസ് ചെയ്തു എന്ന് വിചാരിച്ചു. ഈ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും സ്പ്രിംഗ് ബാക്കിലോട്ട് അപ്ലൈ ചെയ്യുന്ന KX ഫോഴ്സും ബാലൻസ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം എന്താ? അതുവരെ ഏത് ഫോഴ്സ് ആയിരുന്നു കൂടുതൽ? അപ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഏത് ഫോഴ്സ് ആയിരുന്നു കൂടുതൽ? അപ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഏത് ഫോഴ്സ് ആയിരുന്നു കൂടുതൽ? എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആയിരുന്നു കൂടുതൽ. അതുവരെ റൈറ്റിലോട്ട് ആക്സിലറേഷൻ ഉണ്ടായിരുന്നു. അല്ലേ? സോ അപ്പോ അവിടെ എന്തുണ്ടാവും? അക്വേർഡ് ആക്സിലറേഷൻ വെച്ചല്ല മൂവ് ചെയ്യുക. അക്വേർഡ് ആക്സിലറേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. ആക്സിലറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെ എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും. മീൻ പൊസിഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ F = KX ആവുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി വെച്ച് എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ പോയിന്റിൽ എത്തുമ്പോൾ ഒരു വെലോസിറ്റി വെച്ച് എന്ത് ചെയ്യും? അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി ഈ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ? സ്പ്രിങ് പിന്നെയും എലോങ്ങേറ്റ് ചെയ്യാണ്, സ്പ്രിംഗ് ഫോഴ്സ് പിന്നെയും കൂടും അല്ലെ? അപ്പൊ ഇയാൾക്ക് ഇങ്ങോട്ട് ഒരു വെലോസിറ്റി ഉണ്ടാവും, പക്ഷെ അയാളുടെ ആക്സിലറേഷൻ ബാക്കിലോട്ട് ആവും. കാരണം സ്പ്രിംഗ് ഫോഴ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോ ഓക്കെ, വെലോസിറ്റി 0. അപ്പൊ എന്താ സംഭവിക്കുക? ഇയാൾ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഫോഴ്സ് 0 ആവുന്നിടത്തല്ല അയാൾ സ്റ്റോപ്പ് ചെയ്യുക, വെലോസിറ്റി 0 ആവുന്നിടത്താണ് അയാൾ സ്റ്റോപ്പ് ചെയ്യാന്ന് മനസ്സിലാക്കുക. ഹി വിൽ സ്റ്റോപ്പ് അറ്റ് ദി പോയിന്റ് വേർ വെലോസിറ്റി ബിക്കംസ് 0. ഓക്കെ, അപ്പൊ എവിടെയാണ് വെലോസിറ്റി മാക്സിമം ഉണ്ടാവുക? വെർ വിൽ ബി ദി വെലോസിറ്റി മാക്സിമം? ഈ പറഞ്ഞ ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യാം.
ഫോഴ്സ് 0 ആകുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് വൺ ലോജിക് അല്ലെ. ഫോഴ്സ് 0 ആകുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. കാരണം വെലോസിറ്റി മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് 0 ഉണ്ട്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ 0 ആവുന്ന പോയിന്റിലാണ് വെലോസിറ്റി മാക്സിമം ആവുക. വെലോസിറ്റി മാക്സിമം ആവുക. നമ്മൾ ഫിസിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എത്തുന്നവരെ, അതായത് ഈ മെയിൻ പൊസിഷൻ എത്തുന്നത് വരെ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? റൈറ്റിലോട്ടായിരുന്നു. അയാളുടെ സ്പീഡ് കൂടിക്കൂടി വരികയായിരുന്നു അല്ലെ. അയാളുടെ സ്പീഡ് കൂടിക്കൂടി വരികയായിരുന്നു. ഏത് വരെ? ആ പോയിന്റ് എത്തുന്നത് വരെ. ആ പോയിന്റിൽ നിന്നാണ് സ്പ്രിംഗ് ഫോഴ്സ് കൂടിയിട്ട് ബാക്കിലോട്ട് വലിച്ചിട്ട് അയാളുടെ സ്പീഡ് കുറക്കുന്നത്. മനസ്സിലായോ? സോ F0 രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്ത് പോകുന്ന പോയിന്റിലാണ് എന്ത് കിട്ടുക? മാക്സിമം വെലോസിറ്റി കിട്ടുക. എവിടെയാണോ വെലോസിറ്റി 0 ആവുന്നത് അവിടെയാണ് മാക്സിമം എലോങ്ങേഷനും കിട്ടുക. ഓക്കെ, സോ അത്രയാണ് ഞാൻ ഇതിനകത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. സോ ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് 0 ആവുമ്പോഴാണ് വെലോസിറ്റി 0 ആവുക അല്ലെ. സോ F ഹാസ് ടു ബി ഈക്വൽ ടു kx or x is equal to f by k ആവുമ്പോഴാണ് എന്ത് കിട്ടുക? മാക്സിമം വെലോസിറ്റി കിട്ടുക. മാക്സിമം വെലോസിറ്റി കിട്ടും. ഓക്കെ, x is equal to f by k ആവുമ്പോഴാണ് മാക്സിമം. ഇനി ആ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഇനി ആ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വാട്ട് വിൽ വി ഡു? ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി തിയറം ആണ്. ഇങ്ങനത്തെ കേസിലൊക്കെ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് നെറ്റ് വർക്ക് ഡൺ. എന്താണ് വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ F എന്ന് പറയുന്ന ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്ക് F ഇൻറ്റു എക്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എടുത്താൽ മതി. പിന്നെ ഉള്ള ഒരു സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സിന്റെ അത് kx ഇൻറ്റു എക്സ് എന്നാണോ എടുക്കണ്ടേ? അല്ല, സ്പ്രിംഗ് ഫോഴ്സിന്റെ അത് വരുന്നത് എപ്പോഴാണ്? ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ഫോഴ്സ് ആണ്, വേരിയബിൾ ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി എലോങ്ങേഷൻ. പക്ഷെ സ്പ്രിംഗ് ചെയ്യുന്ന വർക്ക് നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഹാഫ് kx² ആണ് സ്പ്രിംഗ് ചെയ്യുന്ന വർക്ക് വരിക. പക്ഷെ അതിവിടെ നെഗറ്റീവ് ആണ് വരിക. ദാറ്റ് വിൽ ബി നെഗറ്റീവ്. വൈ? ബിക്കോസ് മൂവ്മെന്റ് എങ്ങോട്ടാണ്? റൈറ്റിലോട്ടാണ്. സ്പ്രിംഗ് ഫോഴ്സ് ബാക്കിലോട്ടാണ്. സോ ദി വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് വിൽ ബി ഹാഫ് kx² ഹാസ് ടു ബി ഈക്വൽ ടു half mv². ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0. സോ എക്സിന്റെ വാല്യൂ നമുക്കറിയാം എഫ് ബൈ കെ ആണ്. സോ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഇൻറ്റു എഫ് ബൈ കെ മൈനസ് ഹാഫ് കെ ഇൻറ്റു എഫ് ബൈ കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നുണ്ടാവുക f² by 2k ഹാഫ് എം വി സ്ക്വയർ. ഒരു ഹാഫ് ക്യാൻസൽ ചെയ്ത് കളയാം, എം ഇങ്ങോട്ട് വരും. സോ വെലോസിറ്റി വിൽ ബി v maximum will be f² by mk. f² by mk. ഏതാണ് ആൻസർ? ഓപ്ഷൻ 4 അല്ലേ? ഓപ്ഷൻ 4 will be the answer. ഓക്കെ, മാക്സിമം എലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെയിം ഇക്വേഷനിൽ മാക്സിമം എലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാക്സിമം എലോങ്ങേഷനിൽ ഞാൻ പറഞ്ഞ വെലോസിറ്റി 0 ആവും, സ്റ്റോപ്പ് ചെയ്യുന്ന. അപ്പൊ ഈ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പൊ നമ്മൾ fx മൈനസ് ഹാഫ് kx² is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. അതിനകത്ത് നിന്ന് കിട്ടുന്ന എക്സ് ആണ് മാക്സിമം എലോങ്ങേഷൻ. ഓക്കെ, അതാണ് മാക്സിമം എലോങ്ങേഷൻ. 2f by k എന്ന് വരും മാക്സിമം എലോങ്ങേഷൻ. അതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, അത് പ്രതീക്ഷിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. 3 blocks A, B and C are lying on a smooth horizontal surface as shown in the figure. A and B have equal masses equal masses m, while C has mass capital M. Block A is given an initial speed v towards B, due to which collides with B perfectly inelastically. What is the value of collides with B perfectly inelastically? 5/6 of the
initial kinetic energy is lost in the whole process. What is the value of m by m? M by m ന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ എല്ലാ കൊളീഷൻസും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കൊളീഷനും ഇൻഇലാസ്റ്റിക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് അതും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ട് എടുക്കാം. എനർജി ലോസ് എത്രയാണ്? 5/6 എനർജി ലോസ് ചെയ്തെന്നാണ്. ടോട്ടൽ എനർജിയുടെ 5/6. സോ ഇയാളുടെ വെലോസിറ്റി v എടുക്കാം. m ആണ്. ഇയാളുമായിട്ട് കൊളൈഡ് ചെയ്യും. അവസാനം പോയിട്ട് രണ്ടുപേരും കൂടി ക്യാപിറ്റൽ എം ആയിട്ട് കൊളൈഡ് ചെയ്യും അല്ലേ? ക്യാപിറ്റൽ എം ആയിട്ട് അവസാനം രണ്ടുപേരും കൂടി പോയിട്ട് കൊളൈഡ് ചെയ്യും. ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഒന്നുകിൽ ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ, ദാറ്റ് ഈസ് വൺ വേ. അല്ലെങ്കിൽ നമ്മൾ കെ ഇ ലോസ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കെ ഇ ലോസിന്റെ ഇക്വേഷൻ അറിയില്ലേ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കെ ഇ ലോസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് മ്യൂ ഇൻറ്റു വി റിലേറ്റീവ് സ്ക്വയർ അല്ലെ? v1 മൈനസ് v2 ദി ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു വി റിലേറ്റീവ് സ്ക്വയർ. അങ്ങനെയും ചെയ്യാട്ടോ, അങ്ങനെയും ചെയ്യാം. സോ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നേരിട്ട് ഫൈനൽ കൈനറ്റിക് എനർജി വെച്ചിട്ടും ചെയ്യാം. ഫൈനൽ കൈനറ്റിക് എനർജി വെച്ച് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യനിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. കാരണം ഈ ഹോൾ സിസ്റ്റം എടുത്താൽ മൊമെന്റം എന്തായിരിക്കണം? മൊമെന്റം ഹാസ് ടു ബി കൺസേർവ്ഡ് അല്ലെ? ഈ ആദ്യം എന്ത് ചെയ്യും? ഈ സ്മോൾ എമ്മിനെ ഫസ്റ്റത്തെ ബ്ലോക്ക് എ എന്ന് പറയുന്ന ബ്ലോക്ക് ബിനെ കൊളൈഡ് ചെയ്യും. പിന്നെ എയും ബിയും കൂടി ഒരുമിച്ച് പോയിട്ട് സിനെ കൊളൈഡ് ചെയ്യും. എന്നിട്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യും. സോ മൂന്നും കൂടി ടോട്ടൽ മാസ് 2m പ്ലസ് ക്യാപിറ്റൽ എം ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിട്ട് വി ഡാഷ് എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. മനസ്സിലായി? ബട്ട് ദി ഹോൾ പ്രോസസ് എല്ലാം കൂടി ഒരു സിസ്റ്റം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആവണം. ഓക്കെ, അങ്ങനെ നേരിട്ട് വേണമെങ്കിൽ ഫൈനൽ വെലോസിറ്റി വി ക്യാൻ ടേക്ക് അല്ലേ? ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടി സ്റ്റിക്ക് ചെയ്യുന്ന അല്ല കൊളൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? സ്റ്റിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് മൂവ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവർക്കിടയിൽ എക്കും ബിക്കും ഇടയിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ നടക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യും. പിന്നെ അവർ രണ്ടുപേരും കൂടി പോയിട്ട് സി ആയിട്ട് കൊളൈഡ് ചെയ്യും. അവിടെയും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ നടക്കുമ്പോൾ അവരും എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്ത് പോകും. അല്ല, അവരും ഒരുമിച്ച് മൂവ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ കൊളീഷനിലും മൊമെന്റം കൺസേർവർ ആണ്, അവസാനത്തെ കൊളീഷനിലും മൊമെന്റം കൺസേർവർ ആണ്. എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റം തന്നെയാണ് ടോട്ടൽ ഫൈനലി ഉണ്ടാവുക. അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഉണ്ടായിരുന്ന മൊമെന്റം എല്ലാ കൊളീഷനും നടക്കുന്നതിന് മുമ്പുള്ള മൊമെന്റം എന്തായിരുന്നു? ഫ്രം മൊമെന്റം കൺസർവേഷൻ, ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് അല്ലേ? ഹാസ് ടു ബി ഈക്വൽ ടു 2m പ്ലസ് m ഇൻറ്റു v dash, or v dash is equal to mv divided by 2m plus capital. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി എന്താണ്? കെ ഇ ഫൈനൽ is half into 2m plus m അല്ലെ? അതല്ല സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് ഇൻറ്റു വി ഡാഷ് സ്ക്വയർ അല്ലെങ്കിൽ v prime square. That is half into 2m plus m into mv divided by 2m plus m v whole square. ഇതാണ് വരിക. അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താണ്? 5/6 ഓഫ് ദി എനർജി ലോസ് ചെയ്തു എന്നാ പറഞ്ഞത്. ഈ കൊളീഷനിൽ 5/6 ഓഫ് ദി ടോട്ടൽ എനർജി ഈസ് ലോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇപ്പൊ എത്രയായിരിക്കും? ഇനീഷ്യലി ഉണ്ടായിരുന്ന 1/6 അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ? 1/6 ഓഫ് ദി ഒറിജിനൽ എനർജി ഈസ് റിമൈനിങ്. സോ ദിസ് ഈസ് 1/6 ഓഫ് ഒറിജിനൽ കൈനറ്റിക് എനർജി. ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയുടെ 1/6 ഉള്ളൂ. ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോ ദിസ് വിൽ ബി
1/6 into initially ഉണ്ടായിരുന്ന ഹാഫ് എം വി സ്ക്വയർ 1/2 into റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് എം. ഹാഫ് ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു എം ക്യാൻസൽ ചെയ്ത് കളയാം, വി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബാക്കിയുള്ളത് 1/6 ആണ്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 2m പ്ലസ് എം ബൈ എം is equal to 1/6. സോറി 6/1. 6 ആണ് 6. So 2 plus m by m is equal to 6. m by m is equal to 4. m by m is equal to 4. This is one way of doing it. വേറെ കൈനറ്റിക് എനർജി ലോസിന്റെ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ പകുതി കൈനറ്റിക് എനർജി ലൂസ് ചെയ്യും, ഫസ്റ്റ് കൊളീഷനിൽ പകുതി കൈനറ്റിക് എനർജി ലൂസ് ചെയ്യും. അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, മൊത്തത്തിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു us. നമ്മളെ അല്ലെങ്കിൽ ആ കൊളീഷന്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഡെറിവേഷൻ തൊട്ട് ചെയ്തു എന്ന് മാത്രം. മൊത്തം കൊളീഷൻ ഇൻഇലാസ്റ്റിക് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് ചെയ്താലും മതി. മൊത്തം കൊളീഷനും ഇൻഇലാസ്റ്റിക് ആയിട്ട് എടുത്തിട്ട് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ലോസ് 1/5/6 ആണെന്ന് പറഞ്ഞിട്ട് ചെയ്താലും മതി. ദാറ്റ് ഓൾസോ വി കൺ ഡു. നീ ചോദിച്ചത് മൊമെന്റം കൺസർവേഷൻ, വർക്ക് എനർജി തിയറം ഇതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യാനാണ്. അത് ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റില്ല. വർക്ക് എനർജി തിയറം എന്താണ് ചോദിച്ചത്? ഓക്കെ, മൊമെന്റം കൺസർവേഷൻ, വർക്ക് എനർജി തിയറം, ടോട്ടൽ എനർജി കൺസർവേഷൻ ഇതൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? സോ മൊമെന്റം കൺസർവേഷൻ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുക ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ. ഇഫ് യു ടേക്ക് ദി എൻറ്റയർ സിസ്റ്റം അല്ലെ, ഇപ്പൊ ഇവിടെ ഒരു 3 പാർട്ടികളുടെ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കിടയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, അവർ പരസ്പരം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടായിക്കോട്ടെ. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം വി ക്യാൻ അപ്ലൈ external force acting on the whole system, we can apply momentum conservation. ആ ഹോൾ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഇമ്പൾസീവ് ഫോഴ്സസ് ഒന്നും ഇല്ലെങ്കിൽ, ഇമ്പൾസീവ് ഫോഴ്സ് പറഞ്ഞാൽ വെരി സഡൻ ഫോഴ്സ് ഫോർ എ സ്മോൾ ടൈം, അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റന്റിൽ നമുക്ക് എന്ത് ചെയ്യാം മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ അവർക്കിടയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവാം, അപ്പോഴാണ് മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം എല്ലാ സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, വർക്ക് അല്ലെങ്കിൽ എനർജി വരുന്ന സിറ്റുവേഷൻ അതൊക്കെ പ്രോബ്ലംസ് ചെയ്താലും നമുക്ക് കുറെ മനസ്സിലാവും. ടോട്ടൽ എനർജി കൺസർവേഷൻ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ, ടോട്ടൽ എനർജി കൺസർവേഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക? ടോട്ടൽ എനർജി എപ്പോഴാണ് ടോട്ടൽ എനർജി കൺസേർവ്ഡ് അല്ലാതിരിക്കുക? ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യണം. ഓക്കെ, ദർ ഹാസ് ടു ബി എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്താൽ പോരാ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്യണം. ഇഫ് ദർ ഈസ് എ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, എനർജി വിൽ നോട്ട് ബി കൺസേർവ്ഡ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ബോൾ നമ്മൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു, നമ്മൾ അതിന്റെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാറില്ലേ അവിടെയൊക്കെ? അങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി എത്ര കൂടിയോ അത്രയും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. A force acts on a 2 kg object so that its position is given as a function of time as x equal to 3t square plus 5. What is the work done by the force in first 5 seconds? First 5 seconds ഇത് ചെയ്യുന്ന വർക്ക് എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് 3t square plus 5. ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് 3t square plus 5. പല രീതിയിൽ ചെയ്യാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. Velocity is equal to dx by dt. So that is equal to 60 എന്ന് വരും. Velocity is 60. ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത ആക്സിലറേഷൻ കിട്ടും, dv by dt, that is 6. So ഫോഴ്സ് കിട്ടും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. 2 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചെയ്താലും മതി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ
ഫൈനൽ പൊസിഷൻ മാത്രം എടുത്താൽ പോലെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. +5 ഉണ്ട്, അവിടെ ഒരു +5 വരും. അപ്പൊ ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ മതി. ബിക്കോസ് ഹിയർ ദി ഫോഴ്സ് ഇസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇൻസ്റ്റഡ് x is equal to 3t³ + 5 എന്നായിരുന്നെങ്കിലോ, വെലോസിറ്റി എന്ത് വന്നേനെ 9t² എന്ന് വന്നേനെ, ആക്സിലറേഷൻ 18t എന്ന് വന്നേനെ, ഫോഴ്സ് വുഡ് ഹാവ് ബീൻ എ വേരിയബിൾ, ഫോഴ്സിന്റെ വേരിയബിൾ ഫോഴ്സ് വന്നേനെ, കാരണം ആക്സിലറേഷൻ വേരിയബിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, എഫ് ഡി എക്സ് ചെയ്യേണ്ടി വരും അല്ലെ, എഫ് ഡി എക്സ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഡി എക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് വി ഡി ടി ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ ഇന്റഗ്രേഷൻ വഴിയൊക്കെ ചെയ്താലും ആൻസർ കിട്ടും. ദാറ്റ് ഈസ് വെരി ലെങ്തി പ്രോസസ്. യു ഡോണ്ട് ഹാവ് ടു ഡു ഇന്റഗ്രേഷൻ ഈവൻ ഇഫ് ദി ഫോഴ്സ് ഈസ് വേരിയബിൾ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വർക്ക് ഡൺ എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റി is equal to 60. So at t equal to 0, initial velocity is 0. At t equal to 5, velocity is equal to 6 into 5, that is 30 meter per second. So work done എന്താണ്, change in kinetic energy, that is half m v square minus half m u square. ഞാൻ പറയുന്നത് ഇതൊന്നും ഇന്റഗ്രേഷനിലോട്ട് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. So that is half into mass എത്രയാ, mass 2, the velocity എത്രയാ 30 square. So this is 900 joules. So question number 4. ഡി എ ബൈ ഡി ടി ജെർക്കാണ്, പക്ഷെ അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഡി എ ബൈ ഡി ടി നമ്മൾ സാധാരണ ഈ ലെവലിൽ നമുക്ക് ആവശ്യം വരാറില്ല. ഡി എ ബൈ ഡി തേർഡ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ജെർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് +2 ലെവലിലൊന്നും അതിന്റെ ആവശ്യം എവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അഡ്മിറ്റ് ചെയ്തോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. A block of mass m is kept on a platform. It starts from rest with a constant acceleration g/2 upwards as shown in figure. The work done by normal force on block in time is. The work done by normal force on block in time t is. So നമ്മളോട് ഇവിടെ ചോദിച്ചത് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ബ്ലോക്ക് മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളത്, ഇത് നോർമൽ ഫോഴ്സ് ഉണ്ട്, മുകളിലോട്ട് g/2 എന്ന് പറയുന്ന ആക്സിലറേഷൻ ഉണ്ട്. നമ്മളോട് ചോദിച്ച് നോർമൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഓൺലി ദി വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ്. ഇവിടെ വർക്ക് എനർജി തിയറം നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് ഇതിൽ എന്തും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്, താഴേക്ക് എം ജിയും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. നോർമൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് മാത്രം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് എനർജി തിയറം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം നോർമൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല. വേറെ വഴി ഉണ്ടോന്ന് വെച്ചാൽ വേറെ വഴിയുണ്ട്, വർക്ക് എനർജി തിയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ. നോർമൽ ഫോഴ്സ് എന്താണ് ഇവിടെ, ആക്സിലറേഷൻ നമുക്ക് എഴുതാം അല്ലെ, മുകളിലോട്ടുള്ള ആക്സിലറേഷൻ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. So this is g/2 is equal to n minus mg/m, or n is equal to mg plus mg/2, 3mg/2. ഇതാണ് നോർമൽ ഫോഴ്സ്, 3mg/2. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് is equal to ut plus half at square. ut plus half at square. So u 0 ആണ്, സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഹാഫ് ഇൻറ്റു g/2, ആക്സിലറേഷൻ g/2 ആണ്, ഇൻറ്റു t square.
So g by 4 t square എന്ന് വരും acceleration. So work done is equal to normal force into displacement along the direction of normal force. 3 mg by 2 g by 4 t square. 3 mg by 2. That will be the answer. Clear ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ 5 എന്ന് പറയുന്നത് a piece of wood of mass 0.03 kg is dropped from the top of a 100-meter height building. At the same time, a bullet of mass 0.02 kg is fired vertically upward with a velocity of 100 meters per second from the ground. The bullet gets embedded in the wood. Then the maximum height to which the combined system reaches above the top of the building before falling below is. Okay, the velocity of. So ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഇവര് എത്ര ഹൈറ്റിലോട്ട് പോകുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് 100 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. ഇതിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു സാധനത്തിനെ ഡ്രോപ്പ് ചെയ്തു. ഒരു ബ്ലോക്ക് ഓഫ് മാസ് 0.03 മാസ് 0.03 ഉള്ളതിന് ബ്ലോക്കിനെ റിലീസ് ചെയ്യും. ഇത് താഴേക്ക് ഇട്ട ഇൻസ്റ്റന്റ് തന്നെ എന്ത് ചെയ്യാണ്? ഒരു ബുള്ളറ്റിന് നമ്മൾ മുകളിലോട്ട് ഫയർ ചെയ്യാം. സോ അറ്റ് സം പോയിന്റ് അല്ലെ, ഈ നടുവിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അവര് മീറ്റ് ചെയ്യും. അപ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന ആൾക്ക് താഴേക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും, ബുള്ളറ്റിന് മുകളിലോട്ട് ഒരു വെലോസിറ്റി ഉണ്ടാവും. മിക്കവാറും ബുള്ളറ്റിന്റെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് ആ മൊത്തം സിസ്റ്റം ഒരുമിച്ച് അതിന്റെ മാസത്തിലുണ്ടാവും 0.5 kg ആയിട്ട് മാറിയിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു വെലോസിറ്റിയിൽ മുകളിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് സാധാ പ്രൊജക്ടൈൽ മോഷൻ പോലെ മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരും. മനസ്സിലായി? മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരും. അപ്പൊ ഈ സിസ്റ്റം മൊത്തത്തില് ഈ ബിൽഡിങ്ങിന്റെ എത്ര മുകളിലോട്ട് പോയി എന്നാണ് സിസ്റ്റം മൊത്തത്തിൽ ഈ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് എത്ര ഹൈറ്റിലോട്ട് എത്തുന്നതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി ക്വസ്റ്റ്യൻ വിൽ ബി സംവാട്ട് ലെങ്തി. ആദ്യം ഇവർ എവിടെയാണ് മീറ്റ് ചെയ്യുക, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അവരുടെ വെലോസിറ്റീസ് എത്രയാണ്, ഈ സംഗതികളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കും. ഓക്കെ, സോ മീറ്റ് ചെയ്യുന്ന ഹൈറ്റ് താഴെന്ന് ഞാൻ പറയുമ്പോ ഈ ഹൈറ്റ് സെക്കൻഡ് എന്റെ ഇതിൽ കഴിഞ്ഞു, ബാറ്ററി കഴിഞ്ഞു ഐപാഡില്. അത് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പെട്ടെന്ന്. ഐപാഡിലെ ബാറ്ററി കഴിഞ്ഞു കുറച്ച്. ഇവിടെ മൊമെന്റം കൺസർവേഷൻ എങ്ങനെയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ. ആ കൊളൈഡ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യാം? മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. കാരണം എന്താണ്? കൊളൈഡ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ഫോഴ്സ് ഉണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ക്യാൻ അപ്ലൈ ദി മൊമെന്റം കൺസർവേഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് കൊളീഷൻ. കാരണം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല, ഇനീഷ്യൽ മൊമെന്റം അവസാനം വരെ ഉണ്ടാവുമെന്നല്ല ചോദിച്ചത്. അറ്റ് ദി മൊമെന്റ് ഓഫ് കൊളീഷൻ, ജസ്റ്റ് ബിഫോർ ദി കൊളീഷൻ എന്താണോ മൊമെന്റം ഉള്ളത്, ആ മൊമെന്റം തന്നെ ആയിരിക്കും ജസ്റ്റ് ആഫ്റ്റർ ദി കൊളീഷൻ ഉണ്ടാവുക. ജസ്റ്റ് ആഫ്റ്റർ, അല്ലാതെ എൻറ്റയർ ജേണിക്ക് ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആണെന്നല്ല പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് അല്ലേ ഇവിടെ ഉള്ളത്. ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ് ആ കൊളീഷൻ എന്ന് പറയുന്നത്. സോ ഇമ്പൾസീവ് ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം, ഇമ്പൾസീവ് ഫോഴ്സ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വോളിലോട്ടൊക്കെ അറിയുമ്പോൾ വോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? വെരി ഇമ്പൾസീവ് ഫോഴ്സ് ആണ് അല്ലെ. വെരി സ്മോൾ ടൈമിലാണ് വെരി ലാർജ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ടൈം അല്ലേ. ആ ഇൻസ്റ്റന്റേനിയസ്
പ്രോസസ് ആയതുകൊണ്ട് തന്നെ അവിടെ സഫീഷ്യന്റ് ടൈം ഇല്ല ചേഞ്ച് ഇൻ മൊമെന്റത്തിന്. അതുകൊണ്ട് മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് അവിടുത്തെ ലോജിക് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. സോ എന്റെ ഐപാഡിൽ ചാർജ് കഴിഞ്ഞു, അല്ലെ ഐപാഡിന്റെ പെൻസിലിൽ ചാർജ് കഴിഞ്ഞു, അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. പെട്ടെന്ന് ചെയ്ത് എവിടെ എത്ര ഹൈറ്റിലാണ് അവർ കൊളൈഡ് ചെയ്യുക, എത്ര ടൈമിലാണ് ഓരോ കൊളീഷന്റെ സമയത്ത് ഓരോരുത്തരുടെ വെലോസിറ്റി എത്രയാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഒരുപാട് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാണ്ട് ഇതിനകത്ത്. കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റീസ്, ഒന്നാമത്തെ ക്വാണ്ടിറ്റി എവിടെ വെച്ചിട്ടാണ് അവർ കൊളൈഡ് ചെയ്യുന്നത്. ഇത് x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, ഇത് x2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വെച്ചിട്ടാണ് അവർ കൊളൈഡ് ചെയ്യുന്നത് കിട്ടും. ഓക്കെ, സോ വേർ ഡസ് ദി കൊളീഷൻ ഒക്കർ, എവിടെ വെച്ചിട്ടാണ് കൊളീഷൻ നടക്കുക, ടൈം എപ്പോഴാണ്, ആ ടൈം വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെലോസിറ്റീസ് അറ്റ് ദി ടൈം ഓഫ് കൊളീഷൻ, കൊളീഷന്റെ സമയത്ത് രണ്ടുപേരുടെയും വെലോസിറ്റി എന്താണ്, എന്നിട്ട് അത് വെച്ചിട്ടാണ്, അതാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീസ്. എന്നിട്ട് കൊളീഷന് ശേഷം രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്ര വെലോസിറ്റി ഉണ്ട്, ആ ഹൈറ്റിൽ നിന്ന് ഇനി എത്ര പോകുന്നു നോക്കിയാൽ മതി. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടാണ് കൊളീഷൻ നടക്കുക, എവിടെ വെച്ചിട്ടാണ് കൊളീഷൻ നടക്കുക. കൊളീഷൻ നടക്കുമ്പോൾ മുകളിലത്തെ ബ്ലോക്ക് ഡ്രോപ്പ് ചെയ്ത വുഡൻ ബ്ലോക്ക് താഴേക്ക് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, താഴേന്ന് ബുള്ളറ്റ് മുകളിലോട്ട് x2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ x1 പ്ലസ് x2 ചെയ്താൽ എത്ര കിട്ടുക, 100 മീറ്റർ കിട്ടണ്ടേ, 100 മീറ്റർ കിട്ടണ്ടേ. x1 എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോൾ ആണ്, അതിനെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഹാഫ് GT². ബുള്ളറ്റിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, മുകളിലോട്ട് ഫയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ut പ്ലസ് ഹാഫ് ut, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 100t ആണ്, 100 ആണ് ഇനീഷ്യൽ വെലോസിറ്റി, മൈനസ് ഹാഫ് GT². എന്തുകൊണ്ടാണ് മൈനസ് ഹാഫ് GT²? അയാളുടെ ആക്സലറേഷൻ താഴേക്കാണ്, ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ്. സോ അയാളുടെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ് ബുള്ളറ്റിന്റെ കേസിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ. സോ ഹാഫ് GT² ക്യാൻസൽ ചെയ്ത് പോകും, t ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഈ x1 എങ്ങനെയാണ് ഹാഫ് GT² ആയെന്ന് മനസ്സിലായില്ലേ, ഫ്രീ ഫോൾ ആണ്. ഈ x2 എങ്ങനെയാണ് 100t മൈനസ് ഹാഫ് GT² ആയെന്ന് മനസ്സിലായില്ലേ, ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ട് 100 ഉണ്ട്, ആക്സലറേഷൻ താഴേക്ക് g ഉണ്ട്. സോ t ഈസ് ഈക്വൽ ടു 1 മീറ്റർ അല്ലല്ലോ, t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സോ ഈ 1 സെക്കൻഡ് കൊണ്ട് മുകളിലത്തെ ബ്ലോക്ക് താഴേക്ക് എത്ര വരും, x1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു g ഇൻറ്റു 1², 5 മീറ്റർ. ജിയുടെ വാല്യൂ 10 ആണ്, 5 മീറ്റർ. അപ്പൊ താഴെ മുകളിലത്തെ ബ്ലോക്ക് താഴേക്ക് 5 മീറ്റർ വന്നിട്ടുണ്ട്, താഴത്തെ ബുള്ളറ്റ് അപ്പൊ എത്ര മുകളിലോട്ട് പോയിട്ടുണ്ടാവും, 95 മീറ്റർ, 95 മീറ്റർ മുകളിലോട്ട് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അറ്റ് ദി ടൈം ഓഫ് കൊളീഷൻ velocities of wooden block and bullet കണ്ടുപിടിക്കും. സോ VW ഇത് വുഡൻ ബ്ലോക്കിന്റെ വെലോസിറ്റി ആണ്. താഴേക്ക് വരില്ലേ ചെയ്യണേ, താഴേക്ക് വരികയാണ്. സോ u പ്ലസ് AT എന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ u 0 ആണ്, ആക്സലറേഷൻ g ആണ്. സോ g ഇൻറ്റു 1. സോ ദിസ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ, 10 meter per second in the downward direction. Velocity of bullet, VB എന്ന് പറഞ്ഞാൽ velocity of bullet. U plus AT തന്നെ, U എത്രയാണ്, 100 ആണ്, U 100 ആണ്, മൈനസ് G ഇൻറ്റു 1. എന്തുകൊണ്ടാണ് G മൈനസ് എടുത്തത്, ബുള്ളറ്റിന്റെ വെലോസിറ്റി കുറഞ്ഞു പോകണം, കാരണം G താഴോട്ട്. 90 meter per second in the upward direction, 90 meter per second in the upward direction. അപ്പോ ആ കൊളീഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദി കൊളീഷൻ, ജസ്റ്റ് ബിഫോർ ദി കൊളീഷൻ ഈ വുഡൻ ബ്ലോക്കിന് താഴേക്ക് എത്രയുണ്ട്, വുഡൻ ബ്ലോക്കിന് താഴേക്ക്, ഇത് ഞാൻ സൈഡിലോട്ടാക്കി വരക്കാം കേട്ടോ, വുഡൻ ബ്ലോക്കിന് താഴേക്ക് 10 മീറ്റർ പെർ സെക്കൻഡും ഇയാൾക്ക് മുകളിലോട്ട് 90 മീറ്റർ പെർ സെക്കൻഡും. ഇനി രണ്ടുപേരും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഞാൻ സൈഡിലാക്കി വരക്കാനുള്ള റീസൺ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരോകൾ അങ്ങോട്ടും കൂട്ടിമുട്ടും.
രണ്ടുപേരും കൂടി ഒരു കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അറ്റ് ദി ഇൻസ്റ്റന്റ് ഓഫ് കൊളീഷൻ വി ക്യാൻ അപ്ലൈ മൊമെന്റം കൺസർവേഷൻ. സോ ഇവിടെ വെച്ചിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമുക്ക് മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം എത്രയാണ്? മുകളിലോട്ട് ബുള്ളറ്റിന്റെ മാസ് 0.02 ഫ്രം മൊമെന്റം കൺസർവേഷൻ ബുള്ളറ്റിന്റെ വെലോസിറ്റി 0.0 മാസ് 0.02 മുകളിലോട്ടുള്ള വെലോസിറ്റി 90. മറ്റേത് മൈനസ് എടുക്കണമെന്നുണ്ട് കാരണം ആ മൊമെന്റം താഴേക്കാണ്, അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദാറ്റ് വിൽ ബി 0.03 into 10 ഹാസ് ടു ബി ഈക്വൾ ടു, പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ ടോട്ടൽ മാസ് 0.02 പ്ലസ് 0.03 into ഫൈനൽ വെലോസിറ്റി v. ഫൈനൽ വെലോസിറ്റി 0.02 into 90. സോ ഈ 0.0 എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2 into 90 minus 30 എന്ന് വരും. 60 divided by 5 എന്ന് വരും. Am I right? 60 divided by 5. So final velocity will be 60 divided by 5. 60 by 5 എത്ര? 12 meter per second. 12 meter per second. So ഇവിടെ ഇവർക്കുള്ള വെലോസിറ്റി 12 meter per second. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ സിസ്റ്റം ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് ഇവര് 12 meter per second വെലോസിറ്റി ഉണ്ട്. ഈ 12 meter per second എവിടെയാണ് ഇവരുള്ളത്? 12 meter per second വെലോസിറ്റി ഉണ്ടാകുമ്പോൾ ഇവര് താഴേന്ന് 95 മീറ്റർ ഹൈറ്റിലാണ് വരുള്ളത്, മുകളിന്ന് 5 മീറ്റർ താഴെയാണ് വരുന്നത്. ഈ 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി വെച്ച് ഇവർക്ക് ഏത് ഹൈറ്റ് വരെ പോവാം? ആ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ഇക്വേഷൻ നമുക്ക് അറിയില്ലേ? യു വെലോസിറ്റിയിൽ, ഇവരിപ്പോ യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്ത പോലെ എടുക്കാം. എന്തായിരുന്നു? v²/2g അല്ലേ? എങ്ങനെയാണ് വരിക? അറ്റ് ദി മാക്സിമം ഹൈറ്റ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരില്ലേ? വെലോസിറ്റി വിൽ ബി 0 അറ്റ് ദി ഹൈസ്റ്റ് പോയിന്റ്. നമ്മൾ എന്ത് എഴുതും? 0² is equal to u² minus 2gh എന്ന് എഴുതും. h is equal to u²/2g എന്ന് എഴുതും. u² is equal to u² plus 2h. അതാണ് ഇവിടെ സംഭവിച്ചത്. സോ ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഹൈറ്റ് that is h is equal to v²/2g. 12²/2 into 10. How much is it? 12²/20. 144/20. 7.2 ആണോ? 12² 144 അല്ലേ? 7.2 അല്ലേ? 7.2 മീറ്റർ. അത് എവിടെ നിന്നുള്ള ഹൈറ്റാ? ആ കൊളീഷൻ കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഹൈറ്റ് ആണ് 7.2 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൊളീഷൻ കഴിഞ്ഞ ഇൻസ്റ്റന്റില് എത്ര ഹൈറ്റ് മുകളിലോട്ട് പോകും? എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. ഇത് 12 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണോ ഈ വെലോസിറ്റി വരണേ? എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അപ്പോ 2.2 ഏത് 30 മീറ്റർ പെർ സെക്കൻഡ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണോ കിട്ടണേ? വി കമ്പൈൻഡ് അതെങ്ങനെ കിട്ടിയ? സോറി, 180 minus 30. സോറി, ഇവിടുത്തെ വെലോസിറ്റി കിട്ടുന്നത്, ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിച്ചോടത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 0.02 into 90 minus 30. That is 1. Sorry. So it will be 150 divided by 5 എന്നാണ് വരിക. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. 150 divided by 5, that is 30 meter per second. Sorry for the mistake. So that is 30 meter per second ആണ് അവിടെ വരേണ്ടത്. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. So it will be 30² divided by 20. 30² divided by 20. എത്രയാണ് അത്? 45 അല്ലേ? 45. 900 divided by 20. 45 മീറ്റർ. എവിടെ നിന്നാണ് 45 മീറ്റർ? ആ കൊളീഷൻ നടന്ന അവിടെ നിന്നാണ് 45 മീറ്റർ. നമ്മളോട് ചോദിച്ചത് അവിടെ നിന്നുള്ളതാണോ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് അവിടെ നിന്നുള്ളതാണോ? അല്ല. ടോപ്പിൽ നിന്ന് എത്ര ഹൈറ്റിലോട്ട് പോയി എന്നാണ്. ഈ ഹൈറ്റിൽ നിന്ന് എത്ര ഹൈറ്റിലോട്ട്? ടോട്ടൽ 45 ഉണ്ട്, ടോപ്പിലോട്ട് 5 ഉണ്ട്. സോ ദി റിമൈനിങ് ഹൈറ്റ് വിൽ ബി 40 മീറ്റർ. 40 മീറ്റർ.
40 minutes. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, അവസാനത്തോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. അല്ല, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. Number 6 വരുന്നത്, a particle which is experiencing a force given by F is equal to 3 I cap minus 12 J cap undergoes a displacement D is equal to 4 I cap. Okay. If particle had a kinetic energy of 3 joules at the beginning of the displacement, what is its kinetic energy at the end of the displacement? Okay. വളരെ സിമ്പിൾ അല്ലേ, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് വർക്ക് ഡൺ? ഇവിടെ ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത് വെച്ച് ചെയ്താൽ മതി. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ. കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഫോഴ്സും കൂടി ചെയ്യുന്ന വർക്കാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡോട്ട് എസ് ആണ്, ദാറ്റ് ഈസ് കെ ഫൈനൽ മൈനസ് കെ ഇനീഷ്യൽ. F dot S എത്രയാ? 3 I cap minus 12 J cap dot 4 I cap is equal to എന്താ വരിക? KF minus initial kinetic energy 3 joules. So dot product എടുത്താൽ എത്രയാ വരിക? 3 into 4 minus 3 into 4 3 into 4 അത്രയല്ലേ ഉള്ളൂ. So KF is equal to 15 joules, like 15 joules. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ജെ ക്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യണ്ട, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അത് 0 ആണ്. 0 times 0. KF is equal to 15 joules. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവരുള്ളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതാണ്. പിന്നെ എപ്പോഴും സിമ്പിൾ ഇനി ഒന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Question number 7. A body of mass 1 kg falls freely from a height of 100 meters on a platform mass 3 kg which is mounted on a spring having spring constant K is equal to 1.25 into 10 raised to 6 Newton per meter. The body sticks to the platform and the spring has maximum compression found to be X. Given that G is equal to 10 meter per second square, the value of X will be close to. What is the value of X? Another question. So, ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ഹൈറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റും സ്പ്രിങ്ങിന്റെ കംപ്രഷൻ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളതും കമ്പയർ ചെയ്യുമ്പോൾ ആ ഹൈറ്റ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ബോളിന് അല്ലെങ്കിൽ ബോഡിനെ ഡ്രോപ്പ് ചെയ്തു, ഞാൻ തൽക്കാലം ഈ ലെവൽ ഞാൻ 0 ആക്കി എടുക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി കൺസർവേഷൻ ഈ ലെവൽ 0 ആക്കി എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് 100 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഇതിനെന്ത് ചെയ്യും, കുറച്ച് കംപ്രസ് ചെയ്യും ബൈ ആൻ എമൗണ്ട് എക്സ് കംപ്രസ് ചെയ്യും. ഇത് പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് എനർജി കൺസർവേഷൻ, അതായത് അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മെത്തേഡ് യൂസിങ് വർക്ക് എനർജി തിയറം. Work energy theorem എന്താണ്? Work done by all the forces is change in kinetic energy. Work done by all forces, change in kinetic energy. ഇതാണ് ഒരു മെത്തേഡ്. Work done by all the forces എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് mg ഇൻറ്റു എത്രയാണ് അത് ആക്ച്വലി? താഴേക്ക് 100 മീറ്റർ ആണ് താഴേക്ക് വന്ന് പ്ലസ് ഒരു എക്സും കൂടി താഴേക്ക് വന്നു.
പ്ലസ് ഒരു എക്സും കൂടി. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് mg into h plus. സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്? ഹാഫ് kx². കാരണം അവിടെ നിന്ന് അങ്ങോട്ടേ കംപ്രഷൻ ഉള്ളൂ. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ടാണ് ഉണ്ടാവുക, കംപ്രഷൻ താഴേക്കാണ്. ഈക്വൽ ടു ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഡ്രോപ്പ് ചെയ്യുമ്പോൾ 0. കെ ഫൈനൽ മൈനസ് കെ ഇനീഷ്യൽ, 0 മൈനസ് 0. എന്തുകൊണ്ടാണ് ഫൈനൽ കൈനറ്റിക് എനർജി 0? മാക്സിമം കംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ആണ് മാക്സിമം കംപ്രഷൻ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0, കൈനറ്റിക് എനർജി is also 0. There is one way of doing it. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? mg into 100 plus x has to be equal to half kx². ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അത് സോൾവ് ചെയ്യാനൊക്കെ നിൽക്കണം, എക്സ് കണ്ടുപിടിക്കാൻ നിൽക്കണം. പക്ഷെ ഓപ്ഷൻ നോക്കുക, നമ്മള് ചെയ്യുമ്പോൾ ഓപ്ഷനും കൂടെ ഒക്കെ നോക്കുന്നത് നല്ലതാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ വളരെ ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ഒഴിവാക്കാം? ഈ 100 plus x can be neglected, അല്ലെ? ദിസ് എക്സ് ക്യാൻ ബി റിമൂവ്ഡ്. കാരണം അഡീഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കരുത്. എക്സിന്റെ വാല്യൂ 4 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ mg into 100.04 എന്നാ വരിക. അതല്ലെങ്കിൽ mg into 100.08 എന്നാ വരിക. അല്ലെങ്കിൽ mg into 100.4 എന്നാണ്. അതിന് അപ്രോക്സിമേറ്റ്ലി 100 തന്നെ എടുത്തു, പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലായോ? പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പയറിന് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് അപ്രോക്സിമേറ്റ് മൾട്ടിപ്ലിക്കേഷൻ, വി ക്യാൻ അപ്രോക്സിമേറ്റ് addition or subtraction if the values are not comparable. ഇതാണ് വൺ വേ. മറ്റേത് എന്താണ്? എനർജി കൺസർവേഷൻ. എന്താണ് എനർജി കൺസർവേഷൻ? ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ, ഇവിടെ ഇപ്പോ കൈനറ്റിക് എനർജി ഒന്നും ഉണ്ടാവുന്നില്ല, അല്ലെ? ഫൈനലിയും കൈനറ്റിക് എനർജി 0 ആണ്, ഇനീഷ്യലിയും കൈനറ്റിക് എനർജി 0 ആണ്. സോ ഇനീഷ്യലി എന്ത് പൊട്ടൻഷ്യൽ എനർജി ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ ഡിക്രീസ് ഹാസ് ടു ബി ഈക്വൽ ടു ദി ഇൻക്രീസ് ഇൻ സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് എനർജി കൺസർവേഷൻ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ എത്ര ഡിക്രീസ് ഉണ്ടായി? എത്ര ഡിസ്റ്റൻസ് താഴേക്ക് വന്നു? 100 plus x താഴേക്ക് വന്നു. സോ mg into 100 plus x കുറഞ്ഞു. അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? സ്പ്രിംഗിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതന്നെയാണ് ഈ സംഭവം, അതന്നെയാണ് വർക്ക് എനർജി തിയറത്തിൽ നിന്നും കിട്ടുന്നത്. എന്നാൽ അതിന്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞു. What is the answer for this? Half kx² has to be equal to mg into 100. So x is equal to x² is equal to 2mg into 100 by k. Value substitute that 2 into 1 into 10 into 100 divided by 1.25 into 10 raised to 6. So 10 raised to 3 ബാക്കി ഉണ്ടാവും താഴെ. So 2 divided by 1.25, 16 ആണോ? 16 അല്ലേ? Sorry, 16 അല്ലല്ലോ, 1.6. So 1.6 into 10 raised to 3 minus 3 or 16 into 10 raised to minus 4 x². So x is equal to 4 into 10 raised to minus 2, 4 centimeter. 4 centimeter. വളരെ സിമ്പിൾ, അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ സെന്റർ ഓഫ് മാസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസ് എങ്ങനെ ഇതിൽ വന്നു എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ പേരെന്താ കൊടുത്തിട്ടുള്ളത്? വർക്ക് എനർജി ആൻഡ് പവർ കൺസർവേഷൻ ലോ. സെന്റർ ഓഫ് മാസിന്റെ കൺസർവേഷൻ ആയിരിക്കും പ്രതീക്ഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 8 ഏതായാലും ഇതിൽ ചെയ്തു പോവാം. നമ്പർ 8 എന്താ പറയുക? ക്വസ്റ്റ്യൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് asymmetric uniform bar of negligible area as shown in figure is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ആ ബാറിന് 3 സെഗ്മെന്റ്സ് ഉണ്ട്. ദി ബാർ ഹാസ് 3 സെഗ്മെന്റ്സ്. ഇങ്ങനെ ഒരു സെഗ്മെന്റ്, അതിന്റെ ലെങ്ത് 12 ആണ്. പിന്നെ താഴേക്കൊന്ന്, പിന്നെ ലെങ്ത് 12,
യൂണിഫോം ബാർ ആണ്. ഇവിടെ 2L കോർഡിനേറ്റ് കൊടുത്തത്, ഇവിടെ 3L കോർഡിനേറ്റ് കൊടുത്തത്. അപ്പൊ ഇതിന്റെ ലെങ്ത് L, ഇതിന്റെ ലെങ്ത്തും L. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് 2m എടുക്കാം, ഇതിന്റെ മാസ് m എടുക്കാം. ഇല്ല, ലെങ്ത് പകുതിയല്ലേ ഉള്ളൂ, m എടുക്കാം. അല്ലെങ്കിൽ 2L ലെങ്ത് ഡബിൾ ആണ്. സോ എന്താണ് ചോദിച്ചത്? സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. ഓരോന്നിന്റെയും സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ? ഇത് L ആണ്, ഇത്രയും ഡിസ്റ്റൻസ് L ആണ്. സോ ഇവിടെ ഇത് 2L ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ L. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഉള്ളത് L എന്ന് പറയുന്ന കോർഡിനേറ്റിലാണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഉള്ളത് 2L L/2 എന്ന് പറയുന്ന കോർഡിനേറ്റിലാണ്. മനസ്സിലായോ? ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഉള്ളത് 2L-ന്റെയും 3L-ന്റെയും മിഡ് പോയിന്റിൽ 2.5 L-ലാണ്. എന്ന് വെച്ചാൽ 5/2 L-ലാണ്. 5/2 L ആണ് x കോർഡിനേറ്റ്, y കോർഡിനേറ്റ് 0. ഇനി എന്ത് ചെയ്യാം? സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റിന്റെ ഇക്വേഷൻ അറിയില്ല. XCOM is equal to sigma MIXI, sigma mixi divided by sigma MI. അല്ലേ? M1x1 plus M2x2 plus M3x3 divided by M1 plus M2 plus M3. സോ എന്താ വരിക അപ്പോ? 2m into L plus m into 2L plus m into 5/2 L divided by 2m plus m plus m. ഇതാണ് x കോർഡിനേറ്റ്. എത്ര വരാം? m ക്യാൻസൽ ചെയ്ത് കളയാം, താഴെ 4 വരും. 2L plus 2L plus 5/2L, 4L plus 2.5L, 4L plus 2.5L 6.5L എന്ന് വെച്ചാൽ 13 താഴെ ഒരു 4 കൂടി വരും, 13/8L ആണ് x കോർഡിനേറ്റ് വരിക. ഇനി ഓപ്ഷൻ എഴുതി കൂടെ? y കോർഡിനേറ്റ് ഇനിയിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല, y കോർഡിനേറ്റ് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ആകെ കറക്റ്റ് ആൻസർ ആയിട്ട് ഏത് മാത്രമേ വരുള്ളൂ? ഓപ്ഷൻ 3 വരുള്ളൂ. y കോർഡിനേറ്റ് ഇതേപോലെ ചെയ്യാം. ഓക്കെ, അത് ചെയ്യേണ്ട ആവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാറില്ല സാധാരണ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. A simple pendulum made of a string of length L and bob of mass M is released from a small angle θ0. It strikes a block of mass M kept on a horizontal surface at its lowest point elastically. It bounces back and goes up to an angle θ1. Then M is given by. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്, അതിനൊരു ബോബ് ഓഫ് മാസ് M ഉണ്ട്. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ സ്മോളസ്റ്റ് പോയിന്റില് എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ M, അല്ല ലോവസ്റ്റ് പോയിന്റ് ഒരു ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസ്. ഇയാൾ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്യുന്ന പറഞ്ഞു. ദിസ് ഗൈ കൊളൈഡ്സ് ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇനി തിരിച്ചു പോകുന്നത് എത്ര ഹൈറ്റിലോട്ടാണ്? കൊളീഷന് ശേഷം, അല്ലെങ്കിൽ എത്ര ആംഗിളിലോട്ടാണ്? കൊളീഷന് ശേഷം ഇയാൾ തിരിച്ചു പോവുക, അത്രയും ആംഗിളിലോട്ട് തന്നെ പോകുന്നില്ല. അങ്ങേര് പോകുന്നത് ആദ്യം θ0 എന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ കൊളീഷന് ശേഷം ഇയാൾ പോകുന്നത് തീറ്റയിലോട്ടാണ്. കാരണം ഇയാളുടെ കുറച്ച് എനർജി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ബ്ലോക്കിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരിച്ച് സെയിം ഹൈറ്റിലോട്ട് തന്നെ പോകാനുള്ള എനർജി ഇയാൾക്ക് ഉണ്ടാവില്ല. He will not have the sufficient energy to move to the initial position. Okay, so ആ തീറ്റയും വെലോസിറ്റി നമ്മളെ റിലേഷൻ അറിഞ്ഞിരുന്നാലും മതി. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ആ ഹൈറ്റും ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ലോവസ്റ്റ് പോയിന്റ് എന്ന് വിചാരിച്ചോ, ഒരു പെൻഡുലത്തിന്റെ ലോവസ്റ്റ് പോയിന്റ്. ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു.
സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് h, ഇവിടുത്തെ വെലോസിറ്റി u ആണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വെലോസിറ്റി ഇവിടെ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ആണ് ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും, ഫുൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. സോ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? അവിടെ എത്തുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു mgh ആയിട്ട് മാറും. മനസ്സിലായ? mgh ഓർ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gh. സ്ക്വയർ റൂട്ട് ഓഫ് 2gh. റൈറ്റ്? ഓക്കെ. ഇനി ഇതിനകത്ത് h എന്താണ്? ദിസ് ഈസ് എൽ. ഇത് എൽ ആണെന്ന് വിചാരിച്ചു. ദിസ് ഈസ് L cos theta. So this is L into 1 minus cos theta. H is equal to L into 1 minus cos theta. What is 1 minus cos theta? Tell me. 1 minus cos theta. 2 sin square theta by 2. 1 minus cos 2 theta is 2 sin square theta. So this is L into 2 sin square theta by 2. In ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള തീറ്റ വളരെ ചെറുതാണ്. തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റന് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? തീറ്റ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് L into 2 theta square by 2 എന്നാണ്. സോറി, സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. സോ തീറ്റ ബൈ 2 ദി ഹോൾ സ്ക്വയർ. ദിസ് ഈസ് L തീറ്റ ബൈ 2. L തീറ്റ ബൈ 2. H is equal to L തീറ്റ സ്ക്വയർ ബൈ 2. മനസ്സിലായോ? H is equal to L തീറ്റ സ്ക്വയർ ബൈ 2. അപ്പൊ താഴത്തെ വെലോസിറ്റി ഇവിടെ യു സ്ക്വയർ ഇല്ല. u is equal to root of 2gh നെ നമുക്ക് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം? റൂട്ട് ഓഫ് 2g into L തീറ്റ സ്ക്വയർ ബൈ 2 റൂട്ട് ഓഫ് gl തീറ്റ എന്ന് എഴുതാൻ പറ്റും. റൂട്ട് ഓഫ് gl തീറ്റ. ഓക്കെ, അത് വെച്ചിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ആ ഫിഗർ ഒന്നുകൂടി എടുത്താൽ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ, പെട്ടെന്ന് നോക്കിക്കോ. ഞാൻ ഈ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് തീറ്റയാണ് നമുക്ക് ആവശ്യം. അതിനാണ് ഞാൻ ഈ തീറ്റയുടെ ടേംസിലോട്ട് ആ സംഭവത്തിനെ മാറ്റിയത്. തീറ്റയുടെ സംഭവത്തിലോട്ട് ആ സംഭവത്തിനെ മാറ്റിയത്. ഓക്കെ, അപ്പൊ ഇനി ഫസ്റ്റ് കേസിൽ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി എന്തായിരുന്നു? ഫസ്റ്റ് കേസിൽ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി ഇനീഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി u ആണെന്ന് വിചാരിച്ചു. തിരിച്ച് കൊളീഷൻ കഴിഞ്ഞ് കിട്ടുന്ന വെലോസിറ്റി v ആണെന്ന് വിചാരിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ കൊളീഷൻ u ആണ്. ആഫ്റ്റർ കൊളീഷൻ v ആണെന്ന് വിചാരിച്ചു. v ആണ്. ഇനീഷ്യൽ വെലോസിറ്റി u നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് gl ഇൻറ്റു തീറ്റ 0. ഫൈനൽ വെലോസിറ്റി v നെ നമുക്ക് എങ്ങനെ എഴുതാം? അത് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാ? റൂട്ട് ഓഫ് gl ഇൻറ്റു തീറ്റ 1. റൂട്ട് ഓഫ് gl ഇൻറ്റു തീറ്റ 1. ഈ നമ്മൾ കൊളീഷന്റെ ഇക്വേഷൻ അപ്ലൈ, ഇലാസ്റ്റിക് കൊളീഷന്റെ ഇക്വേഷൻ അപ്ലൈ. അപ്പൊ ഫസ്റ്റ് ഇവിടെ ഞാൻ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് ആരെയാണ്? പെൻഡുലത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്തായിരുന്നു? ഇലാസ്റ്റിക് കൊളീഷനിൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷന്റെ ഇക്വേഷൻ m2 minus m1 into u1 divided by m1 plus m2 plus 2m2 u2. അതോ m2 minus m1 ആണോ അതോ m1 minus m2 ആണോ? m1 minus m2 ആണോ m2 minus m1 ആണോ? പെട്ടെന്ന് പറഞ്ഞേ. കൊളീഷന്റെ കേസിൽ ആഫ്റ്റർ ദി കൊളീഷൻ ഇക്വേഷൻ ഇല്ലായിരുന്നു. m1 minus m2 അല്ലേ? m1 minus m2 ആണ്. This equation is m1 minus m2. m1 minus m2. ഈ ടേം 0 ആണ്. രണ്ടാമത്തെ ബ്ലോക്ക് റെസ്റ്റിലാണ്. u1ന്റെ വാല്യൂ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് gl തീറ്റ 0 ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്
m minus capital M divided by m minus capital M divided by m plus m into root of GL theta 0 is equal to ഈ V1 ന്റെ വാല്യൂ ആക്ച്വലി മൈനസ് ആണ്, മൈനസ് റൂട്ട് ഓഫ് GL തീറ്റ എന്നാണ്. എന്തുകൊണ്ടാണ് വിയുടെ വാല്യൂ ഞാൻ മൈനസ് എടുക്കാനുള്ള റീസൺ? അത് വന്നപ്പോ അതേപോലെ തിരിച്ചു പോവാണ് ചെയ്യുന്നത് അല്ലെ, വന്ന അതേപോലെ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആ വെലോസിറ്റി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പൊ ആ വെലോസിറ്റി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ടാണ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് മൈനസ്. നമ്മ ആ കൊളീഷന്റെ ഇക്വേഷനിൽ നമുക്ക് അത് ആക്ച്വലി സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. സോ GL ക്യാൻസൽ ചെയ്യാണ്. സോ ദിസ് വിൽ ബി അപ്പോ മൈനസ് അങ്ങോട്ട് പോയാൽ തീറ്റ ബൈ തീറ്റ 0 ഇസ് ഈക്വൽ ടു m മൈനസ് m ഡിവൈഡ് ബൈ m പ്ലസ് m എന്നാവും. മൈനസ് അങ്ങോട്ട് പോയി ന്യൂമറേറ്റർ റിവേഴ്സ് ചെയ്തു. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കോമ്പോണന്റോ ഡിവിഡന്റോ യൂസ് ചെയ്യും. എന്തായിരുന്നു കോമ്പോണന്റോ ഡിവിഡന്റോ? അപ്പൊ ന്യൂമറേറ്റർ വരെ 2m ഡിവൈഡ് ബൈ താഴെ വരെ സ്മോൾ m തീറ്റ പ്ലസ് തീറ്റ 0 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് ആണോ? ഇതാണോ വരിക? സോറി, മൈനസ് 2m. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ കോമ്പോണന്റോ ഡിവിഡന്റ് യൂസ് ചെയ്യും. കോമ്പോണന്റോ ഡിവിഡന്റ് ഒക്കെ അറിയുന്നതല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഈ മൈനസ് വന്ന ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ റിവേഴ്സ് ചെയ്യും. ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിനോമിനേറ്റർ റിവേഴ്സ് ചെയ്യും. സോ ക്യാപിറ്റൽ M is equal to small m into theta plus theta 0 divided by theta 0 minus theta divided by theta 0 minus theta. Okay, this will be the answer. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത ഒരു സ്റ്റെപ്പ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റെപ്പ്. അപ്പൊ ആ തീറ്റയും ഇതും തമ്മിലുള്ള ഒരു റിലേഷൻ വേണ്ടി വരും നമ്മൾ ആലോചിക്കണം. തീറ്റയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കിട്ടിയാലല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. എന്നാലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഒക്കെ കാണുമ്പോൾ തന്നെ വിട്ട് കളയണ്ട. എന്താണ്, അവസാനത്തോട്ട് മാറ്റി വെച്ചാൽ മതി. അവസാനം ചെയ്യുക. ഇതിനൊക്കെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും, അതുകൊണ്ട് അവസാനത്തോട്ട് മാറ്റി വെച്ചു. ഓക്കെ, അല്ല അടുത്ത ക്വസ്റ്റ്യൻ സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഇതാണ്. A particle of particles, 4 particles A, B, C and D with masses Ma is equal to m, md is equal to 2m, mc equal to 3m and md is equal to 4m are at the corners of a square. They have accelerations of equal magnitude with this direction as shown in figure. The acceleration of the center of mass of the particles is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്താണ്? ACOM എന്ന് പറയുന്നത് സിഗ്മ MIAI ഡിവൈഡഡ് ബൈ സിഗ്മ MI എന്ന് പറഞ്ഞാൽ M1A1 പ്ലസ് M2A2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര. അപ്പൊ അതിനകത്ത് വെക്ടർ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? ഓരോ പാർട്ടിക്കിളിലെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഫിഗറിൽ തന്നിട്ടുണ്ട്. എയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ്, ബിയുടെ ഡയറക്ഷൻ മുകളിലോട്ടാണ്, സിയുടെ ഡയറക്ഷൻ റൈറ്റിലോട്ടാണ്, അതേപോലെ ഡിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. സോ അതിനനുസരിച്ച് എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് എ ആണ്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വെലോസിറ്റി വെക്ടർ ഫോമിൽ എഴുതാം. സോ A1 എന്ന് പറയുന്ന എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ A1 ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് AI ക്യാപ്. A2 ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ബി മുകളിലോട്ടാണ്, AJ ക്യാപ് വൈ ഡയറക്ഷനിലാണ്. അതേപോലെ A3 സി എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റിലോട്ടാണ്. സോ ഇറ്റ് വിൽ ബി AI ക്യാപ്. അതേപോലെ A4 ഡി എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴേക്കാണ്. സോ മൈനസ് AJ ക്യാപ്. അവരുടെ എല്ലാ മാസും നമുക്കറിയാം.
1-ന്റെയും 2-ന്റെയും 3-ന്റെയും മാസ് നമുക്കറിയാം. ABCയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് വെച്ച് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, അത് സോൾവ് ചെയ്ത് നോക്കട്ടോ. സോ ഇത്രയാണ് ഞാൻ ഇന്ന് ഇത്രയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ ചാപ്റ്ററും കൂടി തീർക്കാന്ന് വിചാരിച്ചത്. ഇതിനകത്ത് ഏകദേശം ഇനിയും 13 ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തു നിന്നല്ല. ഏതിനകത്തു നിന്നാണ്? റൊട്ടേഷണൽ മോഷനിലെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ചിലവര് ഇതിന്റെ കൂടെയാണ് അത് എടുക്കാറുള്ളത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലോട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, അടുത്ത ക്ലാസ് എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോ, എന്താ ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്ന് തന്നെ അത് ചെയ്യാം. പിന്നെ അടുത്ത എന്റെ ടോപ്പിക്ക് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. അടുത്ത ചാപ്റ്റർ, അടുത്ത യൂണിറ്റ് ആയിരിക്കും. അടുത്ത ക്ലാസ്സിലോട്ട് അതും കൂടി നോക്കിയിട്ട് വരാം. എന്നാണോ എന്റെ ക്ലാസ് ഉള്ളത് അന്ന് അടുത്ത ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. സോ അതിന്റെ PDF അയച്ചു തരും. ഓക്കെ, അതിന്റെ PDF അവർ അയച്ചു തരായിരിക്കും. റൊട്ടേഷൻ ഒന്ന് നോക്കിയിട്ട് വരും. ഞാൻ അയച്ചു തരാൻ പറയാം. അതല്ല, ഓക്കെ. സർക്കുലർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എന്നാ ശരി. എന്താണ് 3 എന്ന് പറഞ്ഞത്? സർ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഏതൊക്കെയാണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിട്ട് നമ്മൾ ഫ്രിക്ഷൻ എടുക്കാറുണ്ട്. ഇനിയിപ്പോ ഏത് ഫോഴ്സും അല്ല, ഏത് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് അല്ല. ഫ്രിക്ഷൻ, പിന്നെ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ്, ഇതൊക്കെ നോൺ കൺസർവേറ്റീവ് ആയിട്ടാണ്. പൊട്ടൻഷ്യൽ എനർജി സാധാരണ അസോസിയേറ്റ് ചെയ്യാത്ത ഫോഴ്സസ് എല്ലാം നോൺ കൺസർവേറ്റീവ് ആണ്. നേരത്തെ എല്ലാം നോൺ കൺസർവേറ്റീവ്. ഇപ്പൊ ബോയൻസിക്ക് നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജി പറയാറില്ല. സോ അതുകൊണ്ട് അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നില്ല. ഓക്കെ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഏതൊക്കെയാ ഇപ്പൊ വരിക? ഇപ്പോ റേഡിയൽ ഫങ്ഷൻ, ഓൾ ദി റേഡിയൽ ഫങ്ഷൻസ്, അല്ല, ഫോഴ്സസ് റേഡിയൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതെല്ലാം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. ആസ് എ ഫങ്ഷൻ ഓഫ് റേഡിയസ് ആയിട്ട് അലോങ് ദി റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. പിന്നെ ഏതാണ്? കോൺസ്റ്റന്റ് ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ആണ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അതൊന്നും നമുക്കിപ്പോ തൽക്കാലം ഇല്ലല്ലോ. ഓക്കെ, സിലബസ് ആയിട്ട് ഇപ്പൊ ഉണ്ടോ? ഫ്ലൂയിഡ്സ്, പല ടൈപ്പ് ഫ്ലൂയിഡ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. അതായത് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞോളൂ. അങ്ങനെയൊക്കെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ളത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, ഫ്രിക്ഷൻ, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നോൺ കൺസർവേറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അത് കൺസർവേറ്റീവ് ആക്കണമെങ്കിൽ ആക്കാം. എന്ത് ചെയ്യാ? അതിനോടൊരു പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സ്പ്രിങ്ങിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റ് ചെയ്യിക്കാറില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണോ നമ്മളിപ്പോ എനർജി കൺസർവേഷൻ ഇക്വേഷനിൽ ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവോ നോൺ കൺസർവേറ്റീവോ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടി അതിന്റെ ഇക്വേഷനിൽ എഴുതണം. മനസ്സിലായോ? അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടി അതിന്റെ ഇക്വേഷനിൽ എഴുതണം. സ്പ്രിംഗ് ഫോഴ്സിനെ നീ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആ ഇക്വേഷനിൽ എഴുതരുത്. അത് അതിന്റെ വർക്ക് ഡൺ ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എനർജി കൺസർവേഷൻ ഇക്വേഷനിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡീൽ ചെയ്യല്ല. ഫ്രിക്ഷൻ ഒക്കെ നോൺ കൺസർവേറ്റീവ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ്, അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇതാണ് ഇപ്പൊ വർക്ക് എനർജിയിൽ സാധാരണ വരെ സ്പ്രിംഗ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആണ് മെയിൻ ആയിട്ടുള്ള കൺസർവേറ്റീവ് ഫോഴ്സസ്. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആണ് വർക്ക് എനർജിയിൽ സ്ഥിരമായിട്ട് വരിക. വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാക്കിയെല്ലാം നമ്മൾ നോൺ കൺസർവേറ്റീവ് ആണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, എന്നാ ശരി. താങ്ക് യു.
KP ഒക്കെ ലീവാ. KP ഒന്നും വന്നില്ലേ? KP യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കണം. ശരി, താങ്ക് യു.